വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ, ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ സർവശക്തനേ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്നേഹസ്വരൂപനായ ദൈവമേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഇതാ അടുത്തു വരികയാണ്. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനായ ദൈവത്തിന് ആരാധന, പരിശുദ്ധാത്മാവായ ദൈവത്തിന് ആരാധന. ത്രിയേക ദൈവമേ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗീയാം ദൈവത്തിനു ആരാധന, പുത്രനാം യേശുവിന് ആരാധന. ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന. ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ആരാധന ആരാധന യേശുവേ, ആരാധന 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 ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന. ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവാം ദൈവത്തിന്, പുത്രനാം ദൈവത്തിന്, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ആരാധന 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 ആരാധിക്കുന്നു. ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന അങ്ങേക്ക് ആരാധന ആരാധന എന്നേക്ക് ആരാധന സർവശക്തനേ ആരാധന സർവശക്തനെ അങ്ങേക്ക് ആരാധന സർവശക്തനെ അങ്ങേക്ക് ആരാധന സർവശക്തനെ അങ്ങേക്ക് ആരാധന സർവശക്തനെ അങ്ങേക്ക് ആരാധന സർവവ്യാപിയെ അങ്ങേ ആരാധിക്കുന്നു. സർവവ്യാപിയെ അങ്ങേ ആരാധിക്കുന്നു സർവവ്യാപിയെ അങ്ങേ ആരാധിക്കുന്നു. സർവവ്യാപിയെ അങ്ങേ ആരാധിക്കുന്നു സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു പരിശുദ്ധനെ പരിശുദ്ധനെ അങ്ങേ ആരാധിക്കുന്നു
പരിശുദ്ധനെ അങ്ങേ ആരാധിക്കുന്നു, പരിശുദ്ധനെ അങ്ങേ ആരാധിക്കുന്നു, പരിശുദ്ധനെ അങ്ങേ ആരാധിക്കുന്നു, പരിശുദ്ധനെ അങ്ങേ ആരാധിക്കുന്നു, പരിശുദ്ധനെ അങ്ങേ ആരാധിക്കുന്നു. കാരുണ്യവാനേ, കാരുണ്യവാനെ അങ്ങേ ആരാധിക്കുന്നു, കാരുണ്യവാനെ അങ്ങേ ആരാധിക്കുന്നു, കാരുണ്യവാനെ അങ്ങേ ആരാധിക്കുന്നു, സർവജ്ഞാനിയേ, സർവജ്ഞാനിയെ അങ്ങേ ആരാധിക്കുന്നു, സർവജ്ഞാനിയെ അങ്ങേ ആരാധിക്കുന്നു, സർവജ്ഞാനിയെ അങ്ങേ ആരാധിക്കുന്നു, സർവജ്ഞാനിയെ അങ്ങേ ആരാധിക്കുന്നു, സർവജ്ഞാനിയെ അങ്ങേ ആരാധിക്കുന്നു. ദയാലുവേ, ദയാലുവേ അങ്ങേ ആരാധിക്കുന്നു, ദയാലുവേ അങ്ങേ ആരാധിക്കുന്നു, ദയാലുവേ അങ്ങേ ആരാധിക്കുന്നു, ദയാലുവേ അങ്ങേ ആരാധിക്കുന്നു, റൂഹായേ അങ്ങേ ആരാധിക്കുന്നു, റൂഹായേ അങ്ങേ ആരാധിക്കുന്നു, പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, പുത്രനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ദൈവത്തിന് ആരാധന, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്താന്നിടത്തോളം ഉയർത്തിക്കൊണ്ട് നമ്മൾ ഒരേ സ്വരത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ പോകുകയാണ്. ഏറ്റവും വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളതായി നാം കണ്ടിട്ടുള്ളത് സ്തുതിയുടെ മധ്യത്തിലാണ്. സ്തുതി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി, ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി, ചെയ്യുവാൻ പോകുന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. ഇത് പറയുമ്പോൾ കണ്ടിട്ടുള്ളതിലും വലിയ സൗഖ്യങ്ങളില്ല, ഇത് പറയുമ്പോൾ നടന്നിട്ടുള്ളതിലും വലിയ അത്ഭുതങ്ങളില്ല. പല സന്ദർഭങ്ങളിൽ നാം വിചാരിക്കുന്നത് അപേക്ഷ നടത്തുമ്പോഴാണ് അത്ഭുതങ്ങൾ നടക്കുന്നതെന്നാണ്. പക്ഷെ ഞാൻ ആവർത്തിച്ചു വീണ്ടും വീണ്ടും പറയട്ടെ, പവർ ഓഫ് താങ്ക്സ് ഗിവിംഗ്, നന്ദി പറച്ചിലിന്റെ ശക്തി എത്ര ശക്തമാണെന്നറിയാമോ? നന്ദി പറച്ചില്. ഏതെങ്കിലും കുടുക്കുകൾ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും അഴിയാത്ത കെട്ടുകൾ നിങ്ങൾക്ക് മുമ്പിലുണ്ടെങ്കിൽ, ഏതെങ്കിലും പ്രാർത്ഥിച്ച് മടുത്ത വിഷയങ്ങൾ മുമ്പിലുണ്ടെങ്കിൽ, ഇന്ന് ആ വിഷയത്തെ മുൻനിർത്തി ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, പടയാളി പരാജയം സമ്മതിക്കുമ്പോൾ കരം വിരിച്ചുയർത്തിപ്പിടിക്കുന്നത് പോലെ, എന്റെ കർത്താവെ ഞാൻ തോറ്റു നിൽക്കുകയാണെന്ന് പറഞ്ഞ് ആ കരങ്ങളെ വിരിച്ചുയർത്തിപ്പിടിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വാക്കുകൾ പുറത്തു വരണമെന്ന് പോലുമില്ല, ഹൃദയത്തിന്റെ ഭാഷയിൽ സർവശക്തനായ ദൈവമേ, എനിക്ക് ചെയ്തു തന്ന, എൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഉപകാരങ്ങൾക്കും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, കർത്താവെ എൻ്റെ കുഞ്ഞിനെ മാറ്റണമേ എന്ന് പറയുന്നതിലുപരി എൻ്റെ കുഞ്ഞിനെ അവിടുന്ന് മാറ്റിയതിന് നന്ദി. കടഭാരത്തിന്റെ നടുവിൽ പ്രാർത്ഥിക്കുന്നവര്, ഞങ്ങളുടെ കടഭാരത്തെ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക, അതിൽ തെറ്റില്ല. എന്നാൽ ഇന്ന് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, ഞങ്ങളുടെ കടഭാരത്തിൽ ഞങ്ങൾക്ക് തന്ന വലിയ സമാധാനത്തിന് നന്ദി, ഞങ്ങൾക്ക് നൽകിയ വലിയ സന്തോഷത്തിന് നന്ദി. ചില നിമിഷങ്ങൾ നമുക്ക് കരം വിരിച്ചുയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയാം. നന്ദി 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 രാജാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിച്ചു തുടങ്ങിക്കേ, സ്തുതിച്ചു തുടങ്ങിക്കേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1000 വിഷയത്തെ അവിടുത്തെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, എല്ലാത്തിന്റെയും മേളിൽ ഞങ്ങൾ പ്രാർത്ഥനാ പുരസ്സരം കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട്, കൃതജ്ഞതാ സ്തോത്രം അർപ്പിച്ചുകൊണ്ട് സമസ്തവും അവിടുത്തെ മുമ്പിലേക്ക് ഇതാ സമർപ്പിക്കുന്നു. നാഥ, രക്ഷിതാവും കർത്താവുമായ നാഥനെ, സകലത്തിന്റെയും ഉറവിടമേ, ഞങ്ങളെ സ്നേഹിക്കുന്നവനെ, ഞങ്ങളെങ്ങനെ ആരാധിക്കുന്നു. സകല വിശുദ്ധന്മാരുമേ, ഈ സമയത്ത് ഇന്ന് ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം ലൈവിൽ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവര്, ലോകമെമ്പാടും ഇത് കഴിഞ്ഞ് കാണുവാനിരിക്കുന്ന ലക്ഷക്കണക്കാണ് ആൾക്കാര്, എല്ലാവരോടും ചേർന്ന് സകല വിശുദ്ധരുമേ കൂട്ടായ്മയുടെ കരം കോർക്കണമേ. വിശുദ്ധ മാലാഖമാരെ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായി തീർന്ന
ഞങ്ങളുടെ ജന്മമാസങ്ങൾക്ക് കാരണഭൂതരായി തീർന്ന വിശുദ്ധ മാലാഖമാരെ സംരക്ഷണത്തിന്റെ മതിൽ തീർക്കണമേ. കാവൽ മാലാഖമാരെ ഇറങ്ങി നിൽക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തിയെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അവിടുത്തെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുവാൻ പദ്ധതിയിട്ടപ്പം അതിനു വേണ്ടി തെരഞ്ഞെടുത്ത ആ മഹനീയമായ വ്യക്തിത്വത്തിലേക്ക് ഞങ്ങൾ അതുവഴി ഇന്ന് ഹല്ലേലൂയ ഞങ്ങളുടെ പ്രാർത്ഥനകള് അമ്മയോട് ചേർന്ന് നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സകല മധ്യസ്ഥരുമേ ഞങ്ങൾക്ക് വേണ്ടി, സകല വിശുദ്ധരുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയുടെ വലിയ കോട്ട തീർക്കണമേ. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കൃതജ്ഞതാ ബലിയർപ്പണം നടത്തുമ്പോൾ, നന്ദി പറയുമ്പോൾ, ഹല്ലേലൂയ, വലിയ അത്ഭുതങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്ന കാണുവാൻ ഇടവരണമേ. വിശേഷിച്ച് ഇന്ന് ഞങ്ങളെ ആത്മീയ അനുഭവത്തിലേക്ക് നയിച്ച പ്രമോദ് ബ്രദറിനും ഹല്ലേലൂയ സഹോദരനുമാണ് ഞങ്ങൾ നന്ദി പറയുന്നു. അവരെ ഉപയോഗിക്കുന്ന എല്ലാ വഴികൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അനേകരുടെ രക്ഷയ്ക്ക് എൻ്റെ മക്കളെ വിനിയോഗിക്കുന്ന എല്ലാ ദയക്കായിട്ട് നന്ദി. ഹല്ലേലൂയ. പിതാവ് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപയുടെയും സ്നേഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ആ നിറവ് ഞങ്ങളിലേക്ക് വിശ്വാസത്താൽ സ്വീകരിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒരുമിച്ച് ഒടുവിൽ ആ കൺഫെഷൻ നമ്മൾ അവസാനം ഇന്ന് ചൊല്ലി നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. സാധാരണ നമ്മൾ ആദ്യം വരുന്ന കൺഫെഷൻ ചെയ്തുകൊണ്ടിരുന്നത്, എന്നാൽ ഒടുവിൽ അത് പ്രാർത്ഥനാ വിഷയത്തോട് ചേർന്ന് വെച്ച് ചൊല്ലിയപ്പോൾ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്ന കണ്ടതിന് ശേഷമാണ് അവസാനത്തേക്ക് അത് മാറ്റിയത്. ഇന്ന് നമ്മൾ കേൾക്കുന്ന നമ്മുടെ വായനാക്രമം, രാവിലെ കുർബാനയിൽ പങ്കെടുത്തവർക്കറിയാം ഇന്നത്തെ വായന വരുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ നമ്മൾ വായിക്കാൻ പോകുന്നത് 21-ാമത്തെ അധ്യായം. 21-ാമത്തെ അധ്യായത്തിന്റെ 33 മുതലുള്ള വചനഭാഗങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 33 മുതലുള്ള വചനഭാഗം. വളരെ സുപരിചിതമായ ഒരു ഉപമ. ഈ ദിവസങ്ങളെല്ലാം കർത്താവ് മുന്തിരിത്തോട്ടത്തോട് ബന്ധപ്പെട്ടുള്ള ഉപമകളാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. All these days Jesus is preaching about the parable concerning the vineyard. വിനിയാടാണ് കംപ്ലീറ്റ് ഉപമകളിലും. മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, മുന്തിരിത്തോട്ടത്തിന്റെ കാവൽക്കാര് മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്ക് വിളിക്കുന്നു, മുന്തിരിത്തോട്ടത്തിലേക്ക്. കഴിഞ്ഞ ആഴ്ച നമ്മളത് കേട്ടതാണ്. Last time we heard about the servants called to work in the vineyard. Yes. ഇപ്പൊ ഇതാ ഒരു വീട്ടുടമസ്ഥൻ അങ്ങനെ പറഞ്ഞ മറ്റൊരു ഉപമ കേട്ടുകൊള്ളുവേൻ. 33 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ ദയവായിട്ട് ഈ വാക്യങ്ങൾ പറയുമ്പോൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. എടുക്കാൻ ബൈബിൾ കയ്യിലില്ലാത്തവർക്ക് വേണ്ടി ഞാൻ വായിക്കാം. മറ്റൊരു ഉപമ മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 33 മുതലുള്ള വാക്യങ്ങൾ. മറ്റൊരു ഉപമ കേട്ടുകൊള്ളുവേൻ. വീട്ടുടവൻ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു, അതിന് ചുറ്റും വേലി കെട്ടി അതിൽ ഒരു മുന്തിരി ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. Listen to another parable. There was a man, the father of a family, who planted a vineyard and surrounded it with a hedge and dug a press in it and built a tower. And he loaned it out to the farmers and he set out to sojourn abroad. മുഴുവൻ വായിക്കാൻ നിൽക്കുന്നില്ല. വായിച്ചതിന്റെ ആ കർത്താവിന്റെ ആ ഉൾക്കാഴ്ചകൾ നമ്മൾ സംസാരിക്കുകയാണ്. We are not going to read the entire the parable. ഇന്ന് നമ്മൾ ഇവിടെ കേൾക്കുമ്പോൾ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു, അതിന് വേലി കെട്ടി, മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു, ഗോപുരം നിർമ്മിച്ചു. ഇതാണ് ഒരു മുന്തിരിത്തോട്ടത്തെ ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ജോലികൾ. See, they planted a vineyard, surrounded it with edge and dug a press in it and built a tower around it. എന്ന് പറഞ്ഞാൽ ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഇപ്പം ജോലിക്കാരായി ഏൽപ്പിക്കപ്പെട്ടവര് അല്ല ഈ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചത്, അവരല്ല വേലി കെട്ടിയത്, അവരല്ല ഗോപുരം നാട്ടിയത്, ഗോപുരം ഉണ്ടാക്കിയത്, അവരല്ല ഒന്നും ചെയ്തത്. So this vineyard, the servants have not planted it, they have not dug a press in it, and they don't build a hedge around it. വീട്ടുടമസ്ഥൻ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. It's the father of the family who built it. വീട്ടുടമസ്ഥൻ അതിന് ചുറ്റിലും വേലി കെട്ടി. The father, he built a hedge around it. മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു. He dug a press in it. ഗോപുരം പണിതു. And built a tower. ഈ 4 ക്രിയയും ചെയ്തത് വീട്ടുടമസ്ഥനാണ്. All the 4 works were done by the family man. ഈ വീട്ടുടമസ്ഥനാണ് പിതാവായ ദൈവം. And this is the Father God. ഹല്ലേലൂയ. ഈ തോട്ടക്കാരനായിട്ട് ഈശോ പിതാവിനെ വിശദീകരിക്കുന്ന ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. In John chapter 15 verse 1 you see Jesus addressing the Father as the
owner of the vineyard. നമ്മളുടെ ഇടയിലോട്ട് വന്നിട്ട് ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഒന്നും കാര്യം പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാകില്ല. കാരണം മലയാളികളായി നമുക്ക് സുലഭമല്ല. ഇസ്രായേലിലൊക്കെ ജീവിക്കുന്നവർക്ക് ഒരു പക്ഷേ സുലഭമായിരിക്കും. ഇവിടെ മുന്തിരിത്തോട്ടം ഒന്നും നമുക്ക് കാണാനില്ല. ഇനി ഇൻ കേസ് കാണണമെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകണം. When he come and tells about the vineyard, we are not so familiar. But with the Jewish culture, the vineyard is so familiar with them. ഒലിവ് മരം, Olive trees, അത്തിമരം, മുന്തിരി ചെടി, ഇതെല്ലാം അവരുടെ ഇടയിൽ സുലഭമാണ്. so among those in Jerusalem, in that area, this is very, very common. അവരുടെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും പറയുന്നത് ഒലിവ് മരത്തെ പറ്റിയാണ്. So when he talks about the religious or the political system, he talks about the olive tree. പൊളിറ്റിക്കൽ സിസ്റ്റം, സ്പിരിച്വൽ സ്ഥിതിയെ, ആത്മീയ അവസ്ഥയെ കാണിക്കാനായിട്ടാണ് ഈ മുന്തിരിച്ചെടിയുടെ ഒലിവിന്റെ ഒക്കെ കാര്യം So പറയുന്നത്. concerning the political, he speaks about the olive tree, and concerning the spiritual, he talks about the vineyard. വേനലടുക്കുമ്പം ഒലിവ് തളിർക്കുമ്പോൾ വേനലടുത്തു എന്ന് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീൻ. And when the season changes, you can see the olive tree getting budding. അപ്പം അവിടെ ഇത് നമുക്കിതിന്റെ കോണ്ടെക്സ്റ്റ് അറിയത്തില്ല. So we don't know the context of it. പക്ഷെ അത് യേശു സംസാരിക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. But the audience was very familiar to these teachings. ഇപ്പൊ ഇവിടെ ഈ മുന്തിരിത്തോട്ടത്തിന്റെ കാര്യമാണ്. സോ ഇത് സ്പിരിച്വൽ കാര്യമാണ് വിശദീകരിക്കുന്നത്, ആത്മീയ കാര്യമാണ് ഇവിടെ പറയുന്നത്. He's talking about the spiritual things. അല്ലാതെ ഇവിടെ ഒരു മെറ്റീരിയൽ കാര്യം ഉദ്ദേശിക്കുന്നില്ല. It's not a material thing. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ മെറ്റീരിയൽ കാര്യത്തെക്കാൾ ഉപരി ഇതൊരു സ്പിരിച്വൽ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. More than the material blessing, it's talking about the spiritual blessing. വേലക്കാരെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് എല്ലാം ചെയ്തു. Before handing over to the tenants, he നട്ടുപിടിപ്പിച്ചു. He planted. നട്ടുപിടിപ്പിച്ചതിനെ വേലി കെട്ടി സംരക്ഷിച്ചു. Surrounded with the edge. എന്തിനാ വേലി കെട്ടുന്നത്? Why is surrounding it with the edge? ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് വേറൊന്നും കേറി ഇതിനെ മോഷ്ടിച്ചുകൊണ്ട് So പോകാതിരിക്കാൻ. no one else should come and steal from it. സോ നടന്നു വരുന്നതിനെ പ്രതിരോധിക്കാൻ വേലി. So there is a boundary walls to prevent anyone coming in. പറന്നു വരുന്നതിനെ കാണാൻ ഗോപുരം. There's something flying from above. There is a tower built to see that. താഴേന്ന് വരുന്നതിനെ വേലി കൊട്ടി പ്രതിരോധിച്ചു. Something from the ground is surrounded with a. മേളിൽ നിന്ന് വരുന്നതിനെ ഗോപുരം കെട്ടിപ്പൊക്കി ഗോപുരത്തിൽ കാവൽക്കാർ നിന്ന് അതിനെ ആക്രമിച്ച് A കീഴടക്കി. tower to watch people coming from above also. ഇനി മൂന്നാമത്തെ പറയുകയാണ് മുന്തിരി ചക്ക് കുഴിച്ചിട്ടു. Then he dug a press in it. അത് ആദ്യം ചെയ്യുന്ന ക്രിയയല്ല. That's not the first. ആദ്യം മുന്തിരി നട്ടുപിടിപ്പിക്കുകയാണ്. First you have to plant the vineyard. എന്നാൽ ഫലം കിട്ടാറാകുമ്പോഴാണ് മുന്തിരി ചക്കുണ്ടാക്കുന്നത്. And when the produce has to come, at that time you dug a press in it. ഈ ചക്കിലൂടെയാണ് മുന്തിരി ചാറ് പുറത്തു It's വരുന്നത്. through this the press the wine comes out. ഹല്ലേലൂയ. അത് അവസാനം ചെയ്യുന്ന ക്രിയയാണ്. That's the last process. സോ നാല് ഘട്ടവും ഇദ്ദേഹം ഇവിടെ ചെയ്തു കഴിഞ്ഞു. The four things he has already set. എന്നിട്ടാണ് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. And then he handed over to the farmers and went out. 33-ാമത്തെ വചനം അവസാനിക്കുന്ന അങ്ങനെ അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. The verse 33 ends as, and he loaned it out to the farmers and he set out to sojourn abroad. വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ പഴം ശേഖരിക്കാൻ തന്റെ ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുക്കൽ അയച്ചു. When the time of the fruits drew near, he sent his servants to the farmers so that he might receive its fruits. ഹല്ലേലൂയ. Hallelujah. എവിടെയാ പിക്ചർ നമുക്ക് ക്ലിയർ ആകുന്നത്? So the picture is getting clear here. സോ കൃഷിക്കാരെന്ന് പറയുന്നത് കേവലം ഉള്ള സിസ്റ്റത്തെ അല്ലെങ്കിൽ ആരംഭിച്ചതിനെ മുമ്പോട്ട് കൊണ്ടുപോകുക മാത്രമാണ് അവരുടെ ജോലി. അവർ പുതുതായിട്ടൊന്നും നടണ്ട, അവർ വേലി കെട്ടണ്ട, അവർ ഗോപുരം നാട്ടണ്ട, അവർ ചക്ക് പോലും കുഴിച്ചിടണ്ട. The job of the servants is not to plant it or build a tower or dug a hedge around it or put a wine press, but they have to carry on with the works already been done with it. നോക്കണേ, ഇങ്ങോട്ട് നോക്കണേ. അപ്പൊ ഇത് ദൈവരാജ്യത്തിലെ ജീവിതത്തിന്റെ കാര്യമായി പറയുന്നത്. It's talking about the lifestyle in the kingdom. ദൈവരാജ്യത്തിലെ ജീവിതം ഇങ്ങനെയാണ്. The lifestyle in the kingdom is like this. എല്ലാം കർത്താവാണ് ചെയ്യുന്നത്. God has done everything. ആ കർത്താവ് ചെയ്ത കാര്യങ്ങളുടെ കാര്യവിചാരകരാക്കി നമ്മെ മാറ്റുകയാണ്. And then what all he has done, you have been made as the stewards of it. സ്റ്റുവാർഡ്സ് ആക്കി കാര്യവിചാരകരാക്കി നമ്മെ മാറ്റുകയാണ്. We are all been made stewards in the kingdom. കുടുംബത്തെ ദൈവമാണ് സ്ഥാപിക്കുന്നത്. See, the God planted the family. കുടുംബത്തിന്റെ കാര്യവിചാരകരാക്കി ദൈവം നമ്മയാണ് മാറ്റുന്നത്. And you have been appointed as the stewardship of your നിങ്ങൾ family. ചെയ്യുന്ന ബിസിനസിനെ പൊലിപ്പിച്ചതും വർദ്ധിപ്പിച്ചതും ദൈവമാണ്. The business that is started, he is the one who prospers it. ഇപ്പോൾ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ കൈകളിലാണ്. It's in your hand right now. മക്കളെ തന്നത് ദൈവമാണ്. God is the one who gave us children. പക്ഷേ അവരെ വളർത്തുവാൻ ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങളെയാണ്. It's your responsibility to bring them up. എല്ലാ
എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. Everything in the kingdom is like that. ദൈവമാണ് എല്ലാം ആരംഭിക്കുന്നത്. He is the one who initiated. ദൈവം ആരംഭിക്കുന്നത് നമ്മുടെ കൈകളിലേക്ക് ദൈവം തരികയാണ്. Whatever things he has initiated, he handed over to ഈ us. തന്ന കാര്യത്തിൽ നമ്മുടെ റെസ്പോൺസ് എങ്ങനെയെന്ന് ദൈവം നോക്കുകയാണ്. Then God looks at our response, what he has handed over to us. ഇവിടെ ഈ പറയുന്ന കൃഷിക്കാരാണ് നാം ഓരോരുത്തരും. So every one of us are the servants in this one. ഞങ്ങൾ ഇതിന്റെ സാഹചര്യം ഇതിന് ഇടയിൽ പറയാൽ ഇത് മനസ്സിലാകുകയുള്ളൂ. We'll tell you the background, then you will understand much more clearly. ഇത് നമ്മളോട് പറയുന്നതല്ല. It's not been spoken to us. The context. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് not it is to us but it is for us. നമ്മളോടല്ല. പക്ഷെ നമുക്കുള്ള. But it's for us. To us ആരോടാണ്? ഇത് ആരോടായി പറയുന്നത്? Who are the audience? To whom Jesus is speaking to this? To us ആരാണ്? To us. To us യഹൂദന്മാരാണ്. It's to the Jews. ഇതിന്റെ കോണ്ടെക്സ്റ്റ് Verse 23. അതൊന്ന് വിശദീകരിക്കാം നമുക്ക്. 23 മുതലുള്ള വാക്യങ്ങൾ അല്ലേ? Verse 23 is the context. 23-ാമത്തെ വാക്യമാണ്. അവൻ ദേവാലയത്തിലെത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും ജനപ്രതിനിധികളും അവനെ സമീപിച്ച് ചോദിച്ചു, എന്ത് അധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ്? Verse 23, അല്ലേ? And when he had arrived at the temple, he was teaching the leaders of the priests and the elders of the people, approaching him, saying, by what authority do you these things? അപ്പൊ യേശു അതൊന്ന് വിശദീകരിക്കാൻ വേണ്ടി ഒരു ഉപമ പറയുകയാണ്. And in order to explain them, Jesus is bringing out this parable. ഇനി നമ്മൾ അതിന്റെ താഴോട്ട് നോക്കുകയാണ്. അപ്പൊ ആരോടായി സംസാരിക്കുന്നത്? So the audience is relevancy of the audience. When you look at the parable, you have to understand who is the audience and what is the relevancy of the audience. ഈ ഉപമ നിങ്ങൾ കേൾക്കുമ്പോൾ ഇതിന്റെ കേൾവിക്കാരാണ്. Recipient ആരാ? കേൾവിക്കാർ. ആർക്കാ ഇത് പറയുന്നത്? To whom he is speaking this? To us. To ആർക്കാണ്? For everyone ആണ്. Of course ബൈബിളിലെ വചനങ്ങളെല്ലാം എല്ലാവർക്കും എഴുതപ്പെട്ടതാണ്. എന്നാൽ അവരുടെ ഡയറക്റ്റ് ഓഡിയൻസ് ആരാണ്? To whom he is speaking? ഈശോയുടെ അധികാരത്തെ വിമർശിക്കുന്ന, നിഷേധമായ ഈശോയുടെ അധികാരത്തെ വിമർശിക്കുന്ന ഒരു ഗ്രൂപ്പിനോടാണ് യേശു സംസാരിക്കുന്നത്. He is speaking to the elders and the priests of the church who was not able to recognize the authority. ഇനി നോക്കുക, വീണ്ടും ആദ്യത്തേതിൽ കൂടുതൽ കൃഷിക്കാരുടെ അടുക്കലേക്ക് ഈ വീട്ടുടയവൻ തന്റെ ഭൃത്യന്മാരെ അയക്കുകയാണ്. And then the owner sends servants into the 35-ാമത്തെ വാക്യം. അവൻ കൃഷിക്കാരെ ഭൃത്യന്മാരിൽ ഒരുവനെ പിടിച്ച് അടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു. Then he sent other servants more than before, and before they treated them similarly. Okay. അപ്പൊ ആദ്യത്തേവനെ അടിച്ചു, രണ്ടാമത്തേനെ കല്ലെറിഞ്ഞു, മൂന്നാമത്തേനെ കൊന്നുകളഞ്ഞു. The first one they beaten him, then they struck one, and then the third one they killed them. നോക്കണേ, ഇവന്മാരും ഒന്നും ചെയ്തിട്ടില്ല. They have not done anything. മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയത് യജമാനാണ്, വേലി കെട്ടിയത് യജമാനാണ്, ചക്കു കുഴിച്ചിട്ട് യജമാനാണ്, ഗോപുരം പണിത യജമാനാണ്. നോക്കാൻ മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ളൂ. The owner has planted it. He has put an edge around it. He built a tower and built a ഇപ്പം നോട്ടക്കാരുടെ അടുക്കലേക്ക് അല്ലെ കൃഷിക്കാരുടെ അടുക്കലേക്ക് കാട് പറിക്കാൻ ഏൽപ്പിച്ചവന്റെ അടുക്കലേക്ക് ആരെ വിടുകയാണ്? തന്റെ ഭൃത്യന്മാരെ വിടുക. എന്തിനാ? ഫലം എടുക്കാൻ വേണ്ടി. Now the owner is sending servants to these people to get the fruit of it. ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുക്കലേക്ക് വിട്ടു. കൃഷിക്കാരെന്നാ ചെയ്തു? What did the servants do to these people? ഒരുത്തനെ പിടിച്ചടിച്ചു, വേറൊരുത്തനെ കല്ലെറിഞ്ഞു, വേറൊരുത്തനെ കൊല്ലുകയും ചെയ്തു. One they stoned him, one they struck him, and then they killed another one. വീണ്ടും കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു. And he sent more servants. തല്ലിയത് പോട്ടെ, കൊന്നത് പോട്ടെ, കല്ലെറിഞ്ഞത് പോട്ടെ എന്ന് പറഞ്ഞു കൂടുതൽ ഭൃത്യന്മാരെ വീണ്ടും അയച്ചു. In spite of all this, he sent more servants. എങ്ങോട്ട്? കൃഷിക്കാരുടെ അടുക്കലേക്ക്. To them. അവരോടും അത് തന്നെ ആവർത്തിച്ചു. And they treated them similarly. 37-ാമത്തെ വചനം. Verse 37. പിന്നീട് അവൻ പറഞ്ഞു, എന്റെ പുത്രനെ അവർ ബഹുമാനിക്കുമെന്ന് പറഞ്ഞ് സ്വന്തം പുത്രനെ അവരുടെ അടുക്കലേക്ക് അയച്ചു. Then at the very end he sent his own son to them, saying, they will revere my son. അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, വരുവിൻ നമുക്ക് ഇവനെ കൊന്ന അവകാശം കരസ്ഥമാക്കാം. The farmers seeing the son said among themselves, this is the heir, come let us kill him, and then we'll have his inheritance. അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിൽ നിന്ന് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു. And they cast him outside the vineyard and killed him.
40-ാമത്തെ വചനം, അങ്ങനെയെങ്കിൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരോട് എന്ത് ചെയ്യും? Therefore, when the Lord of the vineyard arrives, what will you do to this farmer? 21:41 ഇങ്ങനെ പറയുന്നത്, അവർ അവനെ പിടിച്ച് ആ ദുഷ്ടന്മാരെ നിഷ്ഠൂരന്മാരെ നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റ് കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും. He will bring this evil man to evil end, and then he will loan out this vineyard to other farmers, who shall repay to him the fruit of his time. ആരായി കല്ലെറിഞ്ഞ ആൾക്കാര്? Who are the people who stoned these people? ആരായി അടിച്ചു കൊന്ന? ആരെ കൊന്ന കാര്യമായി പറയുന്നേ? Whom they are talking about, they are beaten, they are stoned, and they are thrown down. യേശുവിന്റെ പുറകിലുള്ളവരോടാണ് ഇവരിങ്ങനെ ചെയ്തത്. They have done this thing to the people who are before Jesus. ഹല്ലേലൂയ. Hallelujah. 3 കൂട്ടരെ ദൈവം പഴയ നിയമത്തിൽ ദൈവത്തിന്റെ മനുഷ്യരായി അയച്ചു. In the Old Testament, you can find 3 types of people God sent. ഒന്നാമത്തേത് ദൈവത്തിന്റെ പുരോഹിതർ, They sent the priests first, രണ്ടാമത്തേത് ദൈവത്തിന്റെ പ്രവാചകർ, then they sent the prophets, മൂന്നാമത്തേത് ദൈവത്തിന്റെ രാജാക്കന്മാർ. then the kings. ഇവരോട് 3 പേരോടും ഇവരിങ്ങനെ ചെയ്തു. They did the same thing to all these 3 types of അപ്പൊ ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന ദൈവത്തിന്റെ ചിന്ത ഈശോ വന്നപ്പോ ആരംഭിച്ച് അവസാനിപ്പിച്ച ഒന്നല്ല. The kingdom thought is not that Jesus came and started it. പ്രപഞ്ചോൽപത്തിക്ക് മുമ്പേ ഉണ്ട്. Even before the foundations of the world, that was there. അവിടെ മുതൽ ദൈവം തന്നെ മെസ്സഞ്ചേഴ്സിനെ അയക്കുക. And from there itself, God is sending the messengers. അയച്ചവരോട് ലോകം പ്രതികരിച്ച രീതിയാണ് യേശു ഉപമയിലൂടെ പറയുന്നത്. And how they reacted to the messengers is what Jesus is telling us and making us clear through this. ചിലരെ കല്ലെറിഞ്ഞു, Some they stoned, ചിലരെ കൊന്നുകളഞ്ഞു, some they killed, ചിലരെ അടിച്ചു, some they beaten up. അവസാനം പുത്രനെ അയക്കുകയാണ്. In the end, he sent his only begotten son. അതാണ് നമ്മൾ ഈശോയിൽ കാണുന്നത്. That's what we see in Jesus. അപ്പൊ യേശുവിന്റെ പുറകിലുള്ളത് നോക്കിയിട്ട് പറയുകയാണ്. And Jesus was looking at the back and saying to them, ഈ സമയത്ത് യേശുവിനെ അവർ ക്രൂശിച്ചിട്ടില്ല. at that time they have not crucified Jesus. യേശുവിനെ അവർ ഓശന്ന പാടി കൊണ്ടു നടക്കുകയാണ്. They have just singing Hosanna and carrying him. അതാ തൊട്ടുമേളത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത്. Just before one chapter. എന്നാൽ യേശു പറയുകയാണ്, പുത്രനെയും അവർ കൊല്ലും. And this is telling even the son they will kill. ഹല്ലേലൂയ. യെശയ്യാവിന്റെ ഇന്നത്തെ ആദ്യത്തെ റീഡിങ് കുർബാനയിൽ പങ്കെടുത്തവർക്ക് അറിയാം. ഫസ്റ്റ് റീഡിങ് എപ്പോഴും ഡോക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ 3 വായനകൾ ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് ആ പിക്ചർ കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു. എങ്ങനെ? See, the lectionary is prepared so much. Every weekend that reading comes starts from the Old Testament. Especially in this context, it's for Isaiah chapter 5, 1 to 7. വായനക്രമ എക്ലിയാസ്റ്റിക്കൽ കലണ്ടർ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. അവിടെ 3 വായനക്രമങ്ങളിൽ നമുക്ക് എപ്പോഴും കാണാനായിട്ട് കഴിയും. ആ ഫസ്റ്റ് റീഡിങ് വരുന്നതിൽ അതേ കോണ്ടെക്സ്റ്റിലാണ് സെക്കൻഡ് റീഡിങ് വരുന്നത്. So what is written in the Old Testament is brought into the New Testament and explained much more clearly. എന്താണ് പഴയ നിയമത്തിൽ വിശദീകരിച്ചത് അത് പുതിയ നിയമത്തിൽ കൊണ്ടുവന്ന് കൂടുതൽ വിശദീകരിക്കുന്ന ശൈലിയാണ് നമ്മൾ കാണുന്നത്. Here Jesus says the vineyard belongs to the Father. ഇവിടെ യേശു പറയുന്നു പിതാവിന് ഉള്ളതാണ് ഈ മുന്തിരിത്തോട്ടം. See, the Jews, the audience, they could understand it. യഹൂദരാകുന്ന കേൾവിക്കാർക്ക് നന്നായിട്ട് മനസ്സിലാകും. Because he is quoting out of Isaiah, the old prophet. യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകന്റെ 5-ാം അധ്യായത്തിൽ നിന്നാണ് യേശു ഉദ്ധരിക്കുന്നത്. In Isaiah 5 verse 7 it says the vineyard belongs to the Lord. യെശയ്യാവ് 5, നിങ്ങൾ ആ 5ന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ ഈ കോണ്ടെക്സ്റ്റ് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് കിടന്ന് ഇത് മനസ്സിലാകാതെ വല്ല പ്രയാസത്തിലായി പോകും. ഇതിങ്ങനെ അതുകൊണ്ടാണ് സഭ ആ രീതിയിൽ അത് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കിന്ന് ഫുൾ ഓപ്പൺ ആയിട്ട് കിട്ടും. ഐസയ 5 എടുത്ത് നോക്ക്. കർത്താവിന്റെ മുന്തിരിത്തോപ്പ് എന്ന് പറഞ്ഞ് ആരംഭിക്കുകയാണ് ആ പാരഗ്രാഫ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അപ്പം എന്താണ് അവിടെ? മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. ഇത് തന്നെയാണ് ഫലഭൂഷ്ടിയുള്ള കുന്നിന്റെ ചെരുവിലുള്ള പ്രിയന്റെ മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. കല്ലുകളെ കിളച്ച് നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടികളെ നട്ടുപിടിപ്പിച്ച് അതിന്റെ മധ്യത്തിൽ ഒരു കാവൽമാടം പണിതു. യെശയ്യാവ് പറയുക ഐസയ 5 same thing. മുന്തിരി പറഞ്ഞേ ചക്ക കുഴിച്ചിട്ടു വേലി കെട്ടി ഗോപുരം പണിതു. അതുപോലെ യെശയ്യാവ് പറയുക ഇതറിയാവുന്നവരാണ് കേൾവിക്കാരൻ. നമ്മളിപ്പോ ഇത് മാറ്റിയിട്ട് ഇപ്പുറത്തുരുത്തിയിട്ട് പിടിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഏത് മുന്തിരിത്തോട്ടമാണ്? തേനിയിലാന്നോ കമ്പം പോകുന്ന വഴിക്കുള്ളതാന്നോ അതോ ഞങ്ങളുടെ വീട്ടിൽ അവിടെ നിന്ന് ഒരു ചെടി കൊണ്ട് വെച്ചായിരുന്നു അതിന്റെ കാര്യമാണോ ഈ പറയുന്നത്? നമുക്കത് മനസ്സിലാകണമെങ്കിൽ ഐസയ 5. അതുകൊണ്ടാണ് റീഡിങ് വരുമ്പം അവിടെ പോയിട്ട് ഇവിടെ വരുന്നത്. That's why we start with the Old Testament prophecy and then comes to the New Testament. ഇത് അതുപോലെ വിശദീകരിക്കുകയാണ്. It's the same thing. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? To whom it speaks. മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി കാട്ടുമുന്തിരിച്ചെടിയായി മാറി. It's a white vineyard.
ഹല്ലേലൂയ. ജെറുസലേം നിവാസികളെ, ജൂദയിൽ വസിക്കുന്നവരെ, ഞാൻ വായിക്കുന്ന യെശയ്യാവാണ്, യെശയ്യാവ് 5:4 ഞാൻ വായിക്കുന്നത്. ജെറുസലേം നിവാസികളെ, 3-ാം വാക്യം, ജൂദയിൽ വസിക്കുന്നവരെ, എന്നെയും എന്റെ മുന്തിരിത്തോട്ടത്തെയും കുറിച്ച് നിങ്ങൾ തന്നെ വിധി പറയുവീൻ എന്ന് പറഞ്ഞിട്ട് പറയാം. O inhabitants of Jerusalem, men of Judah, judge between me and my vineyard. ഞാൻ നട്ടത് നല്ല മുന്തിരിയാണ്, പക്ഷെ കായ്ച്ച അതല്ല. I have planted good grapes, but ഏതായി മുന്തിരിത്തോട്ടം? ഐസയ 5:7 നോക്ക്. Isaiah 5:7. സൈന്യങ്ങളുടെ കർത്താവിന്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. Hallelujah. For the vineyard of the Lord is the house of the Israel. കണ്ടോ, മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് ഇസ്രായേൽ ഭവനമാണ്. The household of Israel, that is the vineyard. ഐസയ 5:7, യെശയ്യാവ് 5:7. And Jesus is സൈന്യങ്ങളുടെ കർത്താവിന്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്, ജൂദാ ജനമാണ്. അവിടുന്ന് ആനന്ദം കൊള്ളുന്ന കൃഷി, നീതിക്ക് വേണ്ടി അവിടുന്ന് കാത്തിരിക്കുന്നു. ഫലമോ രക്തച്ചൊരിച്ചിൽ മാത്രം. ധർമ്മനിഷ്ഠയ്ക്ക് വേണ്ടി പകരം നീതി നിഷേധിക്കുന്നവരുടെ നിലവിളിയാണ് ഉയരുന്നത്. For the vineyard of the Lord is the house of the Israel, and the men of Judah is the delightful seedling. അപ്പൊ ഇസ്രായേലിലേക്ക് അയച്ച ഭൃത്യന്മാരാരാണ്? So who are the servants sent to Israel? അതിലൊരാളായ യെശയ്യാവ്. One of them is അതിലൊരാളായ യെശയ്യാവ്, ഇരമ്യാവ്, യോവേല്, ആമോസ്, ഒബദ്യ, ജോന, മീഖ, നഹൂം, ഹബൂക്കക്ക്, മെലാഖി വരെയുള്ള ചെറുതും മൈനർ ആൻഡ് മേജർ പ്രോഫറ്റ്സ് were sent with the same message. Hallelujah. അവരാ അല്ലേ? They are the prophets. All major prophets and the minor prophets. അവരെ എന്നാ ചെയ്തു? What they did? ചിലരെ കൊന്നു കളഞ്ഞു, Some of them were killed. ചിലരെ കല്ലെറിഞ്ഞു, Some of them were stoned. ചിലരെ അടിച്ചു. Some of them were beaten. ഇപ്പൊ ആര് വന്നിരിക്കുക? Now who has come now? അവസാനം പുത്രൻ വന്നിരിക്കുക. The last son has come. പുത്രൻ വന്നിട്ട് പുറകിലേ തുറന്നു പറയുകയാണ്. And the son has come and going back and revealing these things to them. പുത്രനെ എന്നാ ചെയ്യും? What they will do to the son? പുത്രനിൽ ഇവർ ശങ്കിക്കത്തില്ല, Oh, hallelujah. പുത്രനിൽ ഇവർ ഭയപ്പെടത്തില്ല. They will not be afraid of the son. പുത്രനെ അവർ അടിച്ചു കൊല്ലും. They will kill him. So ഈ സമയത്ത് ഹോശന്ന പാടിക്കൊണ്ടിരിക്കുമ്പോ at that time they're singing Hosanna. It's a Passover time. യേശു പറയുകയാണ്, Yes. യേശു പറയുകയാണ് പുത്രനെ അവർ അടിച്ചു കൊല്ലും. Jesus is telling they will kill the son. ഹല്ലേലൂയ. പുത്രനെ അവർ അടിച്ചു കൊല്ലും. They will kill the son. എന്നിട്ട് എന്ത് ചെയ്യും? And what will they do? മുന്തിരിത്തോട്ടത്തെ ഫലം കൊടുക്കാനായി അവരുടെ കയ്യിൽ നിന്ന് എടുക്കും. And take that vineyard from them and give to them. അവിടെയാ നമ്മൾ കയറി വരുന്നേ. It's where there we come. ഇതുവരെ നമ്മളില്ല. Until then we are not in the picture. ഇതുവരെ ഉള്ളത് യഹൂദനും യഹൂദന്റെ പ്രവാചകന്മാരും യഹൂദന്റെ പുരോഹിതന്മാരും യഹൂദന്റെ രാജാക്കന്മാരുമാ. All along this time they belong to the kings, the Judah and all these people, the priests, everyone. ഹല്ലേലൂയ. അവസാനം പുത്രൻ വരുമെന്ന് യേശു പറയുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം. Hallelujah. The last time the son is coming. പിന്നീട് അവൻ പറഞ്ഞു, എന്റെ പുത്രനെ അവർ ബഹുമാനിക്കുമെന്ന് പറഞ്ഞു സ്വന്തം പുത്രനെ അവരുടെ ഇടയിലേക്ക് അയച്ചു. Hallelujah. 38-ാമത്തെ വാക്യം, 21:38. അവനെ കണ്ടപ്പോ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി. Seeing the son, they said among themselves, he is the heir. ഇതുവരെ വന്നവർ വേലക്കാരാണ്, All others were servants. ഇവനാണ് അവകാശി. He is the heir of. ഇതാണ് പഴയ നിയമത്തിലെ ഏറ്റവും ശക്തമായ വെളിപാട്. That's the revelation in the Old Testament. ഇതുവരെ വന്നവരെല്ലാം ഭൃത്യന്മാരാണ്, All those who came before Jesus were ഇവനാണ് അവകാശി. He is the heir. Hallelujah. അതാണ് ഏറ്റവും ശക്തമായ വെളിപാട്. ഇതുവരെ വന്നവരെല്ലാം കൂലിക്കാരാണ്, All those came before were servants. ഇപ്പൊ വന്നത് വീട്ടിലെ മകനാണ്. It's the one who came is the son. ഇവനാണ് അവകാശം പകുത്തു കൊടുക്കാൻ He അധികാരമുള്ളത്. is the one who is able to divide the inheritance. ഇവനെ തീർത്താൽ നമുക്ക് അവകാശം If we കൈക്കലാം. can kill him, we can get the inheritance. അവസാനം അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിലെ വെളിയിൽ എറിഞ്ഞ് കൊന്നുകളഞ്ഞു. They cast him outside the vineyard and killed him. എന്തൊരു ദുരവസ്ഥയാണല്ലേ. Oh, what a sad tragedy. ഇവര് മുന്തിരിത്തോട്ടം നട്ടിട്ടില്ല, They have not planted it. ഇവര് വേലി കെട്ടിയിട്ടില്ല, They have not been ഒരധ്വാനം ഇവര് ചെയ്തിട്ടില്ല. nothing they have done. ദൈവത്തിന്റെ സ്വപ്നത്തിലേക്ക് ദൈവം ഇവരെ വിളിച്ചു കയറ്റി. God brought them into the vision of God. ആകാശത്തിലെ നക്ഷത്രം പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും ഞാൻ നിന്നെ വലിയ ജാതിയാക്കുമെന്ന് പറഞ്ഞ് ദൈവരാജ്യം എന്ന സ്വപ്നത്തിന് വേണ്ടി ദൈവം വിളിച്ചാക്കിയ ജനം അതിൽ വിശ്വസ്തരായില്ല, ഫലം കൊടുത്തില്ല. ആ ചിത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അവസാനം അവർ യേശുവിനെ ക്രൂശിക്കുകയാണ്. Those who were called into the kingdom, they said, I'll multiply like the stars and the grains and the sands in the earth. But they never believed Jesus. 40-ാമത് അങ്ങനെയെങ്കിൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ വരുമ്പോൾ ആ കൃഷിക്കാരോട് എന്ത് ചെയ്യും? And when the Lord of the vineyard arrives, what will he do? അവർ പറഞ്ഞു, അവൻ ആ ദുഷ്ടന്മാരെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും They said
യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റ് കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും. He will bring this evil man to the evil end, and he will loan out his vineyard to the other farmers. ദൈവത്തിന്റെ കണ്ണ് യഹൂദന്റെ നേരെ മാത്രമായിരുന്നു പഴയ നിയമം. Until in the Old Testament, the eyes was on to the Jews. അങ്ങിങ്ങായിട്ട് ജാതികളിൽ ചിലരെയൊക്കെ കാണാൻ കഴിയും. In between, there and there you find എന്നാൽ നോക്കിക്കോ, Gentiles. അബ്രഹാം മുതൽ ഇങ്ങോട്ട് നോക്കിക്കോ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്, യാക്കോബിന്റെ സന്തതികളാകുന്ന 12 ഗോത്രങ്ങള്, ആ 12 ഗോത്രത്തിൽ നിന്ന് തിരിഞ്ഞു വന്ന് സകല ദൈവത്തിന്റെ കാര്യപരിപാടിയും ചലിച്ചതായി ബൈബിളിൽ നാം കാണുന്നത് യഹൂദനെ ചുറ്റിപ്പറ്റിയ. Right from Abraham, you find the whole, you trace them right up to David, you trace them. It's all Jews. എന്നാൽ ഇവിടെ വരുമ്പോൾ കാര്യങ്ങൾക്ക് തിരിവരിക. But now there's a change, shift here. ദുഷ്ടന്മാരെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും. He will bring evil to this evil end, and then he will loan out the vineyard to the other farmers. ഹല്ലേലൂയ. Hallelujah. യഥാകാലം ഫലം കൊടുക്കാൻ മുന്തിരിത്തോട്ടം ഭരമേൽപ്പിച്ച കൃഷിക്കാരാണ് ഞാനും നിങ്ങളും. We are the people who have been chosen by God to produce fruit. അവിശ്വസ്തരെ മാറ്റി വിശ്വസ്തരെ കയറ്റി ചോദ്യം അവശേഷിക്കുന്നു, ആർ വി ഫെയ്ത്ത്ഫുൾ ഓർ അൺഫെയ്ത്ത്ഫുൾ? ഹല്ലേലൂയ. നിങ്ങൾ അവിശ്വസ്തരെ മാറ്റി വിശ്വസ്തരെ അകത്ത് കയറ്റി പറയും, നിങ്ങൾ വിശ്വസ്തരാണോ? അതാ ഇവിടെ ചോദിക്കുന്നത്. Yes. മുന്തിരിത്തോട്ടത്തിലെ വിളവ് വരുത്തുന്നത് ഉടമസ്ഥനാണ്. He is the owner who brings out the fruit. നട്ടതോടെ ഞാൻ പിന്നെ അത് എംഫസൈസ് ചെയ്ത് പറയാ, He is the one who planted it. ഞാനും നീയും ഇതിനകത്തേക്ക് കൃപയാൽ കയറിയതാണ്. We have just entered it by the grace of God. നാം അധ്വാനിച്ചില്ല. We have not done anything. എന്നാൽ ഇതിനകത്ത് വന്നിട്ട് അധ്വാനം ഉണ്ട്. But inside, once you come inside, ഇത് ഏൽപ്പിക്കപ്പെട്ടതാ. it has been given to us. പക്ഷെ ഇതിനകത്ത് കയറിയാൽ But once you enter it, അതിനകത്ത് അധ്വാനം ഉണ്ട്. but there is work inside. Hallelujah. Hallelujah. You entered it by grace. കൃപയാൽ Truly by grace. കൃപയാൽ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് പ്രവേശിച്ചത്. എന്നെ വിളിച്ചു കയറ്റിയതായി മുന്തിരിത്തോട്ടത്തിൽ. Hallelujah. We have been called into this. ഞാൻ നട്ടതല്ലേ I മുന്തിരിത്തോട്ടം, have not planted it. ഞാൻ നട്ടതല്ലേ മുന്തിരിച്ചക്ക്, I have not planted the എന്നെ tower. ഇതിന്റെ ഉടമസ്ഥനാക്കി മാറ്റിയതാ കൃപ. It's by the grace of God I have been made the owner of this. പക്ഷെ എന്നിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നു, But God expects something. ഇത്രയും ചെയ്ത ദൈവം എന്നിൽ നിന്ന് The പ്രതീക്ഷിക്കുന്നു, God who has done so much, He expects little. ഫലം തരുമോ? Bring fruit. അതാണ് ഫലം തരുമോ. Will you bring fruit out? അതാ ചോദിക്കുന്നത്, ഫലം തരാമോ എനിക്ക്? Shall you bring fruit? അവസാനം ഇവർ കൊടുത്തില്ല. They did not. എന്നിട്ട് ഇനിയാണ് 42ാമത്തെ വാക്യത്തിൽ യേശു ഇതിനെ കണക്ട് ചെയ്യുന്നത് നമ്മൾ And മനസ്സിലാക്കണം. then Jesus is connecting with the Old Testament prophecy. യേശു അവരോട് ചോദിച്ചു, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു, അത് കർത്താവിന്റെ പ്രവൃത്തിയാണ്, നമ്മുടെ ദൃഷ്ടിയിൽ അത്ഭുതമായിരിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? Have you never read in the scripture, the stone that the builders have rejected has become the cornerstone? ഏതാ ഈ പണിക്കാർ ഉപേക്ഷിച്ച കല്ല്? Which is this cornerstone that is rejected by the builders? പണിയാൻ വിളിക്കപ്പെട്ടവർ ഉപേക്ഷിച്ച കല്ല് ഏതാ? Which is that stone? ഹോശന്നെ വാടാൻ പ്രധാനികൾ ആരും ആ ലിസ്റ്റിൽ ഇല്ലായിരുന്നു. Hallelujah. The people who called Hosanna was not the leadership. ഒരു പുരോഹിതനും ഇല്ലായിരുന്നു, No religious, ഒരു ശാസ്ത്രിയും ഇല്ലായിരുന്നു, no scribe was ഒരു there. പരീക്ഷനും No ഇല്ലായിരുന്നു. Pharisees. ദൈവത്തിൻ്റെതെന്ന് പറഞ്ഞ് സമൂഹത്തിൽ നടക്കുന്ന ആരുമില്ലായിരുന്നു. അവർക്കെല്ലാം ഈ കല്ല് ഉപേക്ഷിച്ച For കല്ല്. those who are called, for them, the stone became the rejected cornerstone. Hallelujah. Rejected stone became the cornerstone. അവിടെയാണ് ആ മിറക്കിൾ നമ്മൾ And കാണുന്നത്. for the rejected, it became the cornerstone. ഉപേക്ഷിച്ച കല്ല് തന്നെ മൂലക്കല്ലായി മാറി. ഇത് മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമാണ്. Oh, it's marvelous in man's eyes, because the stone that is rejected became the cornerstone of the kingdom. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കല്ല് കെട്ടുന്നത് ഇങ്ങനെ കാത്ത് നോക്കി അവിടെ വെയിലൊക്കെ കൊണ്ട് കുറെ സമയം നിൽക്കുക. Last week I was just watching how people are building the blocks. ലാസ്റ്റ് കുറെ വീക്സ് ആയിട്ട് കല്ല് കെട്ടുന്നത് നോക്കി ഇരിക്കുകയായിരുന്നു. അപ്പൊ ഈ കല്ല് കെട്ടുകാരന്റെ തത്വം എന്നാന്നറിയാം, അവൻ ഇങ്ങനെ കല്ലിന്റെ ചുറ്റിൽ നടക്കുന്നത് ഞാൻ കണ്ടു. അവനൊരു മൂലക്കല്ല് അന്വേഷിച്ച് നടക്കുകയാണ്. He's searching for the cornerstone. ഒരു കല്ല് അവനടുത്ത് നോക്കും, അതിന്റെ മൂല ശരിയല്ല, മൂലക്കല്ലാക്കാൻ പറ്റില്ല, അവനങ്ങ് തള്ളി താഴെ ഇടും. If he cannot find the correct size of അടുത്തത് the നോക്കാനായിട്ട് ഒരു cornerstone, മുട്ട് കൊടുക്കും, ശരിക്ക് പൊട്ടിക്കിട്ടിയാൽ അത് മൂലക്കല്ലാക്കും. then he makes it as a cornerstone. ഞാൻ നോക്കി പല കല്ലുകൾ അടിച്ച് ഒടിച്ച് തട്ടിയിട്ടവന് മൂലക്കല്ല് കിട്ടുന്നില്ല. He's not finding the right size cornerstone. അവൻ അങ്ങനെ തട്ടി താഴെയിട്ട കൊള്ളത്തില്ലെന്ന് പറഞ്ഞ ഒരു കല്ല് മൂലക്കല്ലായി മാറി. One that stone was rejected became the cornerstone. അവര് ചോദിച്ചെന്നേ അവിടെ, They asked him, തച്ചക്കൊച്ചനല്ലേ? carpenter's son.
മറിയത്തിന്റെ മോനല്ലേ, son of Mary and Joseph. നസ്രത്തിൽ നിന്നല്ലേ വരവ്. You are from Nazareth. അവിടുന്ന് വല്ല നന്മയും വന്നതായിട്ട് Nothing good നമുക്കറിയാം. comes out of Nazareth. നമ്മൾ ഇവിടെ ദേവാലയത്തിൽ താമസിക്കുന്നത്, We are living in the temple. അന്നേരം അവിടെ ഗ്രാമത്തിൽ കിടക്കുന്നവര് He is from the village side. ലോക്കല്. He's a local. നമ്മളിവിടെ ദേവാലയത്തിൽ ഉണ്ടു ഉറങ്ങിയും കിടക്കുന്നവര്. We are the people living and dining. വർഷത്തിൽ ഒരിക്കൽ ദേവാലയത്തെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് കല്ലിന്റെ പണി ഭയങ്കരമാണെന്ന് പറയുന്നവരല്ലേ കൂടെ ഉള്ളത്. നമ്മൾ ആണ്ട് 365 ദിവസവും ദേവാലയത്തിൽ കിടന്നുറങ്ങുന്നവരാ. Once in a year only they come to the Passover to see the temple and there, but we are there living there. Oh, marvelous stones and the works of this stone. അതാ പറയുന്നവര്. Hallelujah. ഈ നമ്മളിവിടെ ദേവാലയത്തിൽ കിടക്കുന്നവര്, ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി മാറി. Hallelujah. The stone that's rejected became the cornerstone. അതാ ദൈവത്തിന്റെ ഇടപെടല്. That's the plan of God. ഇവിടെയാ നമ്മൾ ഇനി ഇതിനെ അർത്ഥമാക്കുന്നത്. അപ്പം നോട്ട് ടു us but for us, ആ കാഴ്ചപ്പാടിൽ നിന്നുണ്ട്. ഇന്നിപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലേക്ക് ഈ ആഴ്ചയില് 3-ാം തീയതി 4-ാം തീയതി ഒക്കെ വരികയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഫീസ്റ്റിലേക്ക് സഭ പ്രവേശിക്കുകയാണ്. ഫ്രാൻസിസ് അസീസി, ഇന്ന് ഫ്രാൻസിസ് അസീസിയുടെ ആ ഫീസ്റ്റ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ we have to know who is Francis Assisi. The church is celebrating the feast of the Francis Assisi. We have to understand who is this Francis Assisi. അവിടെയാണ് നമ്മൾ അദ്ദേഹത്തിന് കിട്ടിയ ആ കാരിസം എന്തായിരുന്നു? What was the charism that he received? ഏത് ഇൻസ്പിറേഷനിലാണ് അങ്ങനെ ഒരു സന്യാസ സമൂഹം ആരംഭിക്കുന്നത്? Under what inspiration such a thing started? ഇവരുടെ ജീവിതത്തിലൂടെ പോകാതെ നൂറ്റാണ്ടുകളുടെ സഭയെ നമുക്ക് മനസ്സിലാകുകയില്ല. Unless you go through the life history of these people, you cannot understand what is. എന്തിനു വേണ്ടിയാണ് അവർ സഹനത്തെ സ്വീകരിച്ചത്? For what reason they chose patience? എന്ത് വേണം യേശുവിന് വേണ്ടി സഹിക്കാം എന്ന് പറഞ്ഞതിന്റെ പിന്നിലെ പ്രേരക ഘടകം എന്താണ്? They chose to follow Jesus to endure life. ഇത് ഇവിടെയാണ് നമുക്ക് ആ പിക്ചർ കിട്ടുന്നത്. ഈ വാക്യത്തിലൂടെയാണ് നമുക്ക് ആ പിക്ചർ കിട്ടുന്നത്. Through these verses you find the cause for that. ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി മാറുകയാണ്. The stone that was rejected by the builders became the ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടേ ഇല്ല. They have not heard about these things. എടുത്തു വെച്ച കല്ല മൂലക്കല്ലാകുന്നത്. സാധാരണ stone is chosen is become the നോർമലി അതെ, മൂലക്കല്ല് എന്ന് പറയുന്നത് നേരത്തെ എടുത്തു വെക്കും. Yeah, we choose the cornerstone earlier. പാറപ്പള്ളിയിലൊക്കെ മൂലക്കല്ല് മേടിക്കാൻ കിട്ടും. You can even go outside and buy the cornerstone. കാരണം അത് കുരിശ് വരച്ചതും ഓമിന്റെ ആകൃതി വെച്ചതും ചന്ദ്രക്കൊല ഉള്ളത് മൂലക്കല്ല് മേടിക്കാൻ കിട്ടും. You can buy cornerstone with different shapes, with different things on it. അത് നേരത്തെ പരുവത്തിന് എടുത്തു വെക്കുന്നതാ. അത് നല്ല രീതി വെട്ടി നല്ല രൂപത്തിലൊക്കെ ആക്കി എടുത്തു വെക്കുന്നത്. Chosen earlier. ഞാൻ അതിരിയലിന്റെ കാര്യമല്ല പറയുന്നത്, അതിരിയല്ല ഏതെങ്കിലും മൂലയ്ക്ക് കിടക്കുന്നത്. ഇവിടെ പണി തുടങ്ങുന്ന ആ കോർണർ സ്റ്റോണിന്റെ കാര്യമായി പറയുന്നത്. I'm talking about the cornerstone from where the building starts. അത് നേരത്തെ ഒരുക്കി വെക്കുന്നതാ. പക്ഷെ ഇവിടെ നോക്കിക്കേ, But here ഇവരെല്ലാം തള്ളിക്കളഞ്ഞ കല്ല്, മുഖമില്ലെന്ന് പറഞ്ഞ കല്ല്, builders rejected this. അത് മൂലക്കല്ലായി It മാറുകയാണ്. became the cornerstone. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. That is the plan and purpose of God. അത് മനുഷ്യന്റെ ദൃഷ്ടിയിൽ അത്ഭുതമായിരിക്കുന്നു It's wonderful in our eyes. എന്ന് വിശുദ്ധ ലിഖിതത്തിൽ വായിച്ചിട്ടില്ലേ? Have you not read it in the scriptures? 3 കോണ്ടെക്സ്റ്റ് നമ്മൾ ഒറ്റയടിക്ക് മനസ്സിലാക്കേണ്ടി. 3 contexts you have to understand. പിതാവിന്റെ തോട്ടം ഭരമേൽപ്പിക്കപ്പെട്ട യഹൂദൻ, See, the father's vineyard has been handed over to the tenants. അവിശ്വസ്തനായ യഹൂദൻ, Unfaithful servant. മത്തായി സുവിശേഷം ഇത് കഴിഞ്ഞിട്ട് 21 തുടങ്ങുക. 21, 22, 23, 24, 25 5 അധ്യായം പോകുന്ന ഇതേ കോണ്ടെക്സ്റ്റിലാണ്. The 5 chapters from here right from 21 goes in the same context. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ കല്യാണത്തിന് വിളിയുണ്ട്, കല്യാണത്തിന് വരാത്തതിന്റെ പേര് പട്ടണം കത്തിയിട്ടുണ്ട്. അന്നേരം തലയൊറിയരുത്. കല്യാണത്തിന് വിളിച്ചില്ലെങ്കിൽ പട്ടണം കത്തിക്കുന്ന ആദ്യമായിട്ട് കേൾക്കുകയാണ്. But as you go further, you find the calling for the wedding, and then They reject the invitation. They rejected. Then they went into the town and called all the people, and finally you can find city burned because they reject the invitation. അതാണ് അതൊക്കെ വായിക്കുമ്പോൾ കല്യാണത്തിന് വിളിക്കാത്തതിന് പട്ടണം കത്തിച്ചെന്നോ എന്നൊന്നും പറഞ്ഞ് തലചൊറിയുണ്ട്. അതൊക്കെ നമ്മൾ വിശദീകരിക്കും. ഹല്ലേലൂയ. ഇത് മുഴുവൻ യഹൂദൻ ഈശോയെ ഉപേക്ഷിക്കുന്നതിന് ഈശോ പറയുന്ന കാര്യമാണ്. അപ്പം ടു ആർക്കാന്ന് നോക്കുമ്പോ അന്നേരം നോക്കണം, ഫോറസ് അതിന്റെ അകത്തുന്നുണ്ട്. അതാ നമ്മളിപ്പോ എടുക്കണ്ടേ. When you study this, you have to see to whom it has been spoken and for whom. Then you can take it for us. ഇതിന്റെ അകത്ത് ആർക്കൊക്കെ? കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം കോലഞ്ചേരിക്കാർക്ക് എന്നാ പ്രാധാന്യം?
അതാ ചോദ്യം The നമ്മൾ. chapter written for Corinthians. അത് കോരിന്ത്യരോട് പറഞ്ഞല്ലേ. കഴിഞ്ഞ ദിവസം ഞാനൊരു ഏത്യസ്റ്റിന്റെ നിരീശ്വരവാദിയുടെ പ്രസംഗം കേട്ടപ്പോൾ പറഞ്ഞു, ബൈബിൾ എന്നല്ല എല്ലാ മതഗ്രന്ഥങ്ങളും 2000 വർഷം പുറകിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിന് യാതൊരു ആനുകാലിക പ്രസക്തിയും ഒരു മതത്തിനുമില്ല. Atheists will say, the Bible was written 2000 years back, so it's got no relevance in 2020. ജനാധിപത്യ സംസ്കാരം ബൈബിളിൽ കാണുന്നില്ല. The culture, ജനാധിപത്യ ഡെമോക്രസി democracy culture is not in the ഡെമോക്രസി Bible. കാണുന്നതെല്ലാം രാജകീയ വാഴ്ചയാണ്. അപ്പം കിങ് വാഴുന്ന കോണ്ടെക്സ്റ്റിൽ നിന്നെഴുതുന്നത് ഡെമോക്രസി കോണ്ടെക്സ്റ്റിലുള്ള നമുക്ക് എങ്ങനെ റെലവെന്റ് ആകും? അതായത് ചോദ്യം. How can be relevant when it's written on the kingship reign? കിങ് ആണാലും കിങ്ഡത്തിലാണേലും ഡെമോക്രസിയിലാണേലും മനുഷ്യൻ തന്നെയാ. മനുഷ്യന്റെ സ്വഭാവം തന്നെയാ. Wherever you are in the kingdom or the democracy, ആണാണ് പെണ്ണാണ്. അപ്പൊ അവിടെ വ്യത്യസ്തമൊന്നുമില്ല. the character and conduct of the people are പാപം same. ഒന്ന്, പ്രകൃതി ഒന്ന്, സ്വഭാവം ഒന്ന്, എല്ലാം ഒന്ന് തന്നെയാ. Everything is same. 2000 വർഷം മുമ്പ് മനുഷ്യൻ എങ്ങനെയാണോ പ്രത്യുൽപാദനം നടത്തിയത്, അല്ലെങ്കിൽ സന്താന പരമ്പരകൾക്ക് ജന്മം കൊടുത്തത്, അതേ രീതി തന്നെ എന്നും കൊടുത്തോണ്ടിരിക്കുന്നത്. അതിനൊന്നും മാറ്റം വന്നിട്ടില്ല. There's no change even in co-population also. പോപ്പുലേഷന് വ്യത്യാസം വന്നിട്ടില്ല. ആരോ പറയുന്നു അന്ന് ഐഫോൺ ഇല്ലായിരുന്നല്ലോ. അന്ന് ഐഫോൺ ഇല്ലെങ്കിൽ അന്ന് സാങ്കേതിക വിദ്യകളും ആശയ സമ്പർക്കവും നടത്തിയിരുന്നു. അതുകൊണ്ടാണ് ലോകം ഇന്ന് എത്തിയത്. കാലാകാലങ്ങളിൽ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആ ഉള്ള വളർച്ചയുടെ പുറകെ മുഴുവൻ ഈ സർവശക്തനായ ദൈവം തന്നെയാണ്. മനുഷ്യന് ജ്ഞാനം കൊടുക്കുന്ന ഈ ദൈവം തന്നെയാണ്. The same God who was working in 2000 years, the same God is working right now. ഈ ദൈവം ടൈം സോണിനകത്തല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. It is about time zone. ഈ ദൈവത്തിന് പ്രായം ചെല്ലുന്നില്ല. ദൈവം ടൈം സോണിനകത്ത് നിൽക്കുന്ന ദൈവമല്ല. അത് തന്നെ എവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ ഫോർ അസ് എന്താണ്? അതാണ് ടു അസ് വിട്ടരെ അവരിലേക്ക് പോകണം. Leave to us and look for what is for us. നമുക്ക് തന്നെ ഇവിടെ നിന്നുള്ളേ What we are going to get from it. മുന്തിരിത്തോട്ടം ദൈവരാജ്യം തന്നെയാണ്. See, the vineyard is ആ ദൈവരാജ്യത്തെ കൃപയാ കയറാൻ കിട്ടിയവരാ, ഭാഗ്യം കിട്ടിയവരാ ഞാനും നിങ്ങളും. all of us have found the grace to enter the kingdom. ഇന്ന് എന്നാ ദൈവം നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? And what is God expecting out of us അതാണ് നമ്മൾ today? ഇവിടെ കാണുന്നത്. That's what we have to find here. യേശു അവരോട് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായിരിക്കുന്നു. ഇനി 43-ാമത്തെ വചനം അടിവരയിടുക. ഇന്നത്തെ പ്രധാനപ്പെട്ട വാക്യം കമന്റ് ബോക്സിൽ കോപ്പി ചെയ്യാൻ കഴിയുന്നവരെല്ലാം കോപ്പി പേസ്റ്റ് ചെയ്യുക ഇപ്പോൾ തന്നെ. 40 അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം, ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. Therefore I say to you that the kingdom of God will Yes. be taken away from you, Ah. and it shall be given to the people who shall produce its fruits. ഹല്ലേലൂയ. ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത്, The kingdom will be taken from you. ഇത് മത്തായിയുടെ സിനോപ്റ്റിക്സ് പഠിക്കുന്നവർക്കറിയാം. മത്തായിയുടെ സുവിശേഷത്തിൽ കൂടുതൽ സ്വർഗരാജ്യം എന്ന ഉപയോഗമാണ്. So in Matthew's gospel you find this kingdom of heaven. കിങ്ഡം ഓഫ് ഗോഡ് വളരെ കുറവാണ്. It's very rarely you find kingdom of God. ഇത് ആ ഒരു ഭാഗമാണ്. കിങ്ഡം ഓഫ് ഗോഡ് ഉപയോഗിക്കുന്ന ഭാഗമാണ്. It's where the kingdom of God has been written. എന്നാ ഇവിടെ എഴുതിയേക്കുന്നേ? What has been written here? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗരാജ്യം നിങ്ങളിൽ നിന്ന്, ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. I say to you that the kingdom of God will be taken away from you and shall be given to a people who shall produce fruits. ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യാതെ ഇരിക്കാൻ പറ്റാത്ത ഒരു രാജ്യം ഉണ്ടെങ്കിൽ അത് സ്വർഗരാജ്യമാണ്. So without producing fruits you cannot stay in the kingdom. ദൈവരാജ്യത്തിൽ ഫലം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. Without producing fruits you cannot remain in the kingdom. ദൈവരാജ്യത്തിലാണോ ഫലം കൊടുത്തോണ്ടിരിക്കുന്നത്? If it's in the kingdom you have to produce. കരമുയർത്തി എന്ന് പറഞ്ഞു, ദൈവരാജ്യത്തിലാണോ ഫലം കൊടുത്തോണ്ടിരിക്കുന്നത്? If you are in the kingdom you have to produce fruits. ഹല്ലേലൂയ. Hallelujah. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. Hallelujah. അതാ ഇവിടെ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. ഈ കല്ലിൽ വീഴുന്നവൻ തകർന്നു പോകും, അതാരുടെ മേൽ വീഴുന്നു അവൻ ധൂളിയാകും. And whoever will fall on this stone shall be broken, and truly on whom it shall fall it will crush him. ആരോടാ ഇത് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായി. 45-ാമത്തെ വാക്യം നമ്മൾ ഇന്ന് ഇത് നെഞ്ചത്ത് ഇടിക്കണ്ട. പ്രധാന പുരോഹിതന്മാരും പരിസേയന്മാരും എന്റെ ഉപമ കേട്ടപ്പോൾ അവൻ തങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി. And when the leaders of the priests and the Pharisees heard this parable they knew this. അവർ അവനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ജനക്കൂട്ടത്തെ ഭയപ്പെട്ടു. യേശു പറഞ്ഞ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് വരിക. പുത്രനെ പിടികൂടും. അവരവനെ പിടികൂടാൻ ശ്രമിക്കും. ജനങ്ങൾ അവനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു. Because the people consider him as a prophet. ഇപ്പം യേശു പറയുന്ന ആ കോണ്ടെക്സ്റ്റ് എവിടെ വരെ എത്തി? So look at the context, how far it has come. എവിടെ വരെ എത്തി നമുക്ക് മനസ്സിലാവും. Now we can understand from this. കാവൽക്കാർ ഭൃത്യന്മാരെ അയച്ചു. Send the servants. ഭൃത്യന്മാരെ കൊന്നു കളഞ്ഞു. They killed. അടിച്ചു, കല്ലെറിഞ്ഞു, കൊന്നു കളഞ്ഞു. Beaten, stoned and killed. പുത്രനെ അയച്ചു. Then the son was sent. പുത്രനെ കൊന്നു കളഞ്ഞു.
they killed the son. പുത്രനെ കൊന്നവരുടെ മേൽ ന്യായവിധി വന്നു. And on the people who killed, the judgment came. AD 70 അത് സംഭവിച്ചു. In AD 70 it happened. സ്വർഗരാജ്യം അവരിൽ മാത്രം നിക്ഷിപ്തമായിരുന്നതിനെ എടുത്ത് നമ്മളിലേക്ക് ദൈവം കൊണ്ടുവന്നു. The kingdom which was given to the Jews was taken from them and given to the Gentiles. ഇന്ന് യഹൂദനെന്നല്ല, യവനനെന്നല്ല, ഗ്രീക്കുകാരനെന്നല്ല, ജാതികളായ മലയാളികളോ ഇന്ത്യയിലോ ലോകത്തെവിടെയുള്ളവർക്കും ഫലം കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ ദൈവരാജ്യം നമ്മിൽ ഭരമേൽപ്പിക്കപ്പെട്ടു. The kingdom has been given to us, whether it's Jew, Gentiles, or circumcision or uncircumcised, or whatever the caste may be. We are called into to produce fruits for the kingdom. ഇതിനകത്ത് ഫലഭൂഷ്ടിയുള്ളവരായി മാറുവാൻ കഴിയും. Every one of us has to become fruit bearing. ഇതിനകത്ത് ഫലഭൂഷ്ടിയുള്ളവരാക്കാൻ കഴിയും. എങ്ങനെ? ഇതൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കണം. ശ്രദ്ധിച്ചു കേൾക്കുക, എങ്ങനെ ദൈവരാജ്യത്തിൽ ഫലഭൂഷ്ടിയുള്ളവനാകാൻ കഴിയും? How we can become fruit bearing inside. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. Very important. ഹല്ലേലൂയ. Hallelujah. ഇതിനകത്തെ അധ്വാനം മുഴുവൻ ഫലഭൂഷ്ടി ഉള്ളവനാകാൻ എനിക്ക് അതിന്റെ പുറകിലെ കാര്യങ്ങൾ മുഴുവൻ ചെയ്തത് ദൈവമാണ്. Everything behind us, God has done it for me, and we have to bear fruit. എന്നോട് പറയുന്ന ഏക കാര്യം remain, stay, abide. Hallelujah. മലയാളം എന്നായിരുന്നു വരുന്നില്ല. അതിൽ നിലനിൽക്ക്. You stay, abide, remain, വസിക്ക്. അതാ കറക്റ്റ് വാക്ക്. വസിക്ക്. That's what Jesus said. Unless you abide in the vine, you cannot bear fruits. അതാ യേശു പറഞ്ഞത്. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ പറ്റില്ല. John 15:7. 15 യോഹന്നാൻ സുവിശേഷം 15:7. Unless you abide in me, you നിങ്ങൾ എന്നിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ പറ്റില്ല. അപ്പം എന്താണ് ഇവിടെ ഈ ഫലപുഷ്ടി ഇല്ലായ്മയുടെ കാരണം? What is the reason for not bearing fruits right here? Remain in me. എന്നിൽ വസിച്ചു. എന്നിൽ വസിക്കുക. Remain in me. ഫലം കൊടുക്കാൻ കഴിയും. Then you can bear fruit. In the verse 43 എങ്ങനെയാ കോണ്ടെക്സ്റ്റിൽ നിന്ന് ഡോക്ടർ മനസ്സിലാക്കുക? Which one? 43 നിങ്ങൾ ഇതൊന്ന് എടുത്ത് ഫലം കൊടുക്കേണ്ടതിന്. See, the Jews, they were the chosen people of God. യഹൂദർ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. And they were called to bear fruits. അവർ ദൈവത്തിന് ഫലം കായ്ക്കാൻ വിളിക്കപ്പെട്ടവരാണ്. But they rejected the Messiah. മശിയായെ അവർ ഉപേക്ഷിക്കുകയാണ്. So they wanted everything but cannot bear fruit. അവർക്കെല്ലാം വേണം, പക്ഷെ ഫലം കൊടുക്കുവാൻ തയ്യാറല്ല. And then finally the son came, the Messiah came. ഇപ്പോഴിത് അവസാനമായി പുത്രൻ വരികയാണ്. And then they said he is the heir. ഈ പുത്രനെ നോക്കിക്കൊണ്ട് അവർ പറയാണ് ഇവനാണ് അവകാശി. If we can kill him, ഇവനെ നാം കൊന്നുകളഞ്ഞാൽ we can get the inheritance. നമുക്ക് അവകാശം സ്വീകരിക്കാൻ കഴിയും. We can bear fruits. നമുക്ക് ഫലം കായ്ക്കാൻ കഴിയും. But no, doesn't work in the kingdom. പുത്രനെ കൊന്നുകളഞ്ഞിട്ട് ഫലം കൊടുക്കാൻ കഴിയുകയില്ല. കാരണം പുത്രനിലൂടെയാണ് ഫലം കൊടുക്കുന്നത്. Unless you remain or abide in the son, you cannot bear fruits. Hallelujah. ഭയങ്കര തോട്ടാ കയറി വന്നാ. പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞു. Unless you remain or abide or dwell in the Son. They want to be fruitful, but in Christ പറ്റില്ല. Through Christ പറ്റത്തില്ല. Yes. They are saying we will be fruitful without Christ. You cannot be fruitful without Christ. ക്രിസ്തുവിനകത്ത് ഇരിക്കാൻ അവർക്ക് സമ്മതമല്ല. പക്ഷേ അവർക്ക് ഫലം കായ്ക്കണം. Without that you cannot. They are trusting in their own effort. അവരുടെ ശക്തിയിൽ അവര് ഞങ്ങൾ ഫലം വായിച്ചു കൊടുക്കാം. That we will bear fruit. ഞങ്ങൾക്ക് ന്യായപ്രമാണം കിട്ടിയിട്ടുണ്ടല്ലോ. We have everything. We have the law. ഞങ്ങൾക്ക് എല്ലാം തന്നിട്ടുണ്ടല്ലോ. We are the fathers. We have ഞങ്ങൾ അതിന്റെ അകത്തുനിന്ന് ഫലം പുഷ്ടിയുള്ളവൻ. No, you cannot be fruitful unless and until you have Jesus. യേശുവിനെ കൂടാതെ ഒരു ഫലവും എനിക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല. യേശു വന്നോ? Jesus has come. ഇതിന്റെ കോണ്ടെക്സ്റ്റ് ജോൺ 15 നിന്ന് എടുക്കണം അല്ലേ? എന്നിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ പറ്റത്തില്ല. അത് പറ. Unless you abide or remain in me, എന്നിൽ വസിച്ചിട്ടല്ലാതെ you cannot bear fruits. ഫലം കായ്ക്കാൻ കഴിയുകയില്ല. അപ്പൊ എങ്ങനെ ഫലപുഷ്ടിയുള്ളവരായി മാറാൻ കഴിയും? How can we become? കർത്താവേ എന്നെ ഫലപുഷ്ടിയുള്ളവനാക്കി മാറ്റണമേ. കർത്താവേ എന്നെ ഫലപുഷ്ടിയുള്ളവനാക്കി മാറ്റണമേ. കർത്താവേ എന്നെ ഫലപുഷ്ടിയുള്ളവനാക്കി മാറ്റണമേ. It's not like praying, Lord, make me bear fruit bearing. തെറ്റില്ല കേട്ടോ. വീണ്ടും പ്രാർത്ഥിച്ചു. You can keep on praying that. കർത്താവേ എന്നെ ഫലപുഷ്ടിയുള്ളവനാക്കി മാറ്റണമേ. ഒരു തെറ്റുമില്ല അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന്. There's no wrong in praying it. പക്ഷെ അറിയുക, but realize it. ഇതൊരു ലൈഫ് സ്റ്റൈലാണ്. This is a lifestyle. Kingdom life is a lifestyle. ഇതൊരു ജീവിത ശൈലിയാണ്. This is a lifestyle. ഈശോയോട് കൂടെയുള്ള
ഒരു ജീവിത ശൈലിയാണിത്. Living in life union with Jesus. ഉണ്ടാക്കുന്നതല്ല, It's not what's being produced. ഉണ്ടാകുന്നതാണ്. It's what comes out. You can't make fruits. ഫലം തന്നെത്താൻ Tree should produce fruit. മരം ഫലം കായ്ക്കണം. നിങ്ങൾക്ക് കായ്പിക്കാൻ പറ്റില്ല, വെള്ളം You ഒഴിക്കാൻ പറ്റില്ല. cannot make bearing fruit. ഹല്ലേലൂയ. ഫലം ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. It's not that something you produce. കിട്ടിയ ഫലം വേണം പൊറിച്ചും മുറിച്ചും ഒക്കെ തിന്നാം. If you can eat it, പക്ഷെ നമുക്ക് ഫലം ഉണ്ടാക്കാൻ പറ്റില്ല. ഫലം ഉണ്ടാക്കാൻ വിത്തിനെ പറ്റൂ. only the seed can produce fruit. വിത്ത് കർത്താവാണ്. The seed is Jesus. അവനിൽ നമ്മൾ വസിക്കുകയാണ്. You are in life നമ്മൾ union. മണ്ണിൽ നിൽക്കുവല്ല, നമ്മൾ കൊമ്പിൽ ഇരിക്കുവാണ്. Oh, you are hanging on the, you are hanging as branches. ഒന്നുകൂടെ പറയാം, നമ്മൾ മണ്ണിൽ നിൽക്കുകയല്ല. We are not standing in the sand. ആരാ പറയുന്നു മണ്ണിൽ ഒത്തിരി പഴുതാര ഉണ്ടെന്ന്? കർത്താവ് തിരിച്ചു പറയുന്നത്, നീ മണ്ണിൽ നിൽക്കുവല്ലോ, നീ എന്നിൽ ഇരിക്കുവല്ലേ. You are in the seed. Hallelujah. അയ്യോ ഇവിടെ എല്ലാം ചെതലാന്ന് പറയുന്നു. അയ്യോ എനിക്ക് വളർന്നു വരാൻ ഒരു സാഹചര്യമില്ല, അവരെല്ലാം എനിക്ക് എതിരാന്ന് പറയുന്നു. Your situations may be not conducive for that. നീ മണ്ണ് നിൽക്കുവല്ല. മണ്ണ് നിൽക്കുവാണെങ്കിൽ നീ നിൽക്കുന്ന സ്ഥലം വിഷയമാ, അവിടുത്തെ വളവില്ലായ്മ വിഷയമാ, എല്ലാം വിഷയമാ. നീ മണ്ണിലല്ല നിൽക്കുന്നത്, നീ നിൽക്കുന്നത് അവനിലാണ്. You are staying in him. അവനാണ് മണ്ണിൽ നിൽക്കുന്നത്. He is the one who stays there. അവൻ നിൽക്കുന്ന മണ്ണ് പിതാവിന്റെ തോട്ടമാണ്. And he is standing in the പിതാവ് Father's vineyard. തോട്ടക്കാരനാണ്. He is the Father. പിതാവിന്റെ തോട്ടത്തിൽ കിളിർത്ത മുന്തിരിവള്ളിയാണ് ഈശോ. Hallelujah. ആ ഈശോയാകുന്ന മുന്തിരിവള്ളിയിൽ ചേർക്കപ്പെട്ട കൊമ്പുകളാ നിങ്ങള്. The vine is in the vineyard of the Father, and you are the branches of the vine. എന്തിനാ ഉറുമ്പിന്റെ കണക്കെടുക്കുന്നേ? And why you are taking account of all other things? ഞാൻ നിൽക്കുന്ന സാഹചര്യം ഭയങ്കര പ്രശ്നമാ. അവരെല്ലാം എന്നെ നോക്കുന്നു. ഇപ്പുറത്തവൻ മന്ത്രവാദിയാ, പുറകിലത്തവൻ ആഭിചാരകനാ. അവള് നോക്കിയായിരുന്നു ഇങ്ങനെ. അയ്യോ, എവിടെയാ നിൽക്കുന്നതെന്ന് കാണ്. Whatever the situation is surrounding you, don't look at that. Look at where you are placed. നിങ്ങളല്ല നിലത്ത് നിൽക്കുന്നേ. You are not standing there. നിലത്ത് നിൽക്കുന്നത് മുന്തിരിവള്ളിയാണ്. മുന്തിരിവള്ളി യേശുവാണ്. It's the vineyard, vine. That's the vine. നിങ്ങൾ അതിന്റെ Jesus. കൊമ്പാണ്. അതിന്റെ അർത്ഥം you are the വളരാനുള്ളതെല്ലാം താഴേന്ന് വലിച്ചു തരുന്നുണ്ട്. ഇനി അങ്ങ് വളർന്നേച്ചാ മതി. The root is that brings every nutrients to the branches to bear fruits. തള്ളുക, അടീന്ന് വളർത്തി തള്ളി. Right from the earth, it takes every nutrients and pushes it. സ്വീകരിക്കുക, ഫലം കൊടുക്കുക. Receive and freely. സ്വീകരിക്കുക, ഫലം കൊടുക്കുക. Receive and bear fruit. സ്വീകരിക്കുക, പറഞ്ഞേ സ്വീകരിക്കുക, ഫലം കൊടുക്കുക. Receive and bear fruit. സ്വീകരിക്കുക, ഫലം കൊടുക്കുക. Receive and bear ഓ, fruit. ഇന്ന് തുടങ്ങിക്കോണം അത്. Start living that lifestyle. ഞാനെനിക്ക് ഭയങ്കര മുൻകോപമാ. Some may be thinking about anger problem. ഓ, എന്റെ ആങ്കർ പ്രോബ്ലം ഒന്ന് പരിഹരിച്ചിട്ടേ പറ്റുള്ളൂ. Somehow I had to get rid of this. ദൈവമേ, എന്റെ കോപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. God, take away from this anger problem. ദൈവമേ, എന്റെ കോപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. Save me from this anger problem. ദൈവമേ, എന്റെ കോപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe that you can save me from this anger problem. നല്ല പ്രാർത്ഥനകളാ It's a കേട്ടോ. good prayer. പക്ഷെ അറിയേ, But realize, കോപത്തിനെതിരെയുള്ള സൗമ്യത എന്ന് പറയുന്നത് ശ്രമത്താൽ വരുന്നതല്ല, ഫലത്താൽ വരുന്നതാണ്. the patience that comes in the middle of anger, it's a fruit. ഓ, ഇന്നൊന്ന് വസിച്ചുള്ള ഒരു ലൈഫ് സ്റ്റൈൽ തുടങ്ങിക്കേ. Start living a lifestyle where you reside in the vine. നിങ്ങൾ ഒരു ഓറഞ്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചേ. You try to make an orange. എത്ര ദിവസം എടുത്ത് വേണേ ശ്രമിച്ചോ. അല്ലികൾ ഓരോന്ന് എവിടുന്നെങ്കിലും എടുത്ത് ഒട്ടിച്ച് ഒരു ഓറഞ്ച് എന്ന എന്റെ ദൈവമേ, ഓരോ ദൈവത്തിന്റെ സൃഷ്ടി എടുത്ത് കൈ പിടിക്കുമ്പോഴേ എത്ര ദൈവത്തെ സ്തുതിക്കണം. Look at all the creatures. എന്നാ ബ്യൂട്ടിഫുൾ ഒരു ഓറഞ്ച് ഒന്ന് പൊളിച്ചു നോക്കി. ഇനി How wonderful and beautiful it is. എന്നാ ഡിസൈനാ അതിന്റെ. What's the design of it? ഓരോ അല്ലിയും വെച്ചിരിക്കുന്നു നോക്കി. Layer by layer. തന്റെ ഇടം ഉണ്ട് 10 അല്ലി ഒട്ടിച്ച് ഒരെണ്ണം ഉണ്ടാക്കി വെക്കാൻ. Can you make one orange? അതിന്റെ മേളിൽ ഒരു കോട്ടിങ്, അതിന്റെ മേളിൽ വേറൊരു കോട്ടിങ്, cover a skin. ആരെങ്കിലും തൊട്ടാ ചീറ്റാൻ വേണ്ടി അതിന്റെ പുറത്ത് വേറൊരെണ്ണം. എന്നെ പരിപാടിയാ. ഓരോ ഫ്രൂട്ട് നോക്കി. Look at each fruit. എന്നെ പ്രൊട്ടക്ഷനാ. How much? പറയും, ഞാൻ തേങ്ങ അങ്ങ് എടുത്ത് തിന്നുവേടാ. ചകിരി ഒന്നാമത്തെ പ്രൊട്ടക്ഷൻ, ചിരട്ട രണ്ടാമത്തെ പ്രൊട്ടക്ഷൻ, അതിനകത്ത് വേറെ ഒരു പ്രൊട്ടക്ഷൻ. How many layers of protection? ആരോ ചോദിച്ചു, ഇതിന് മാത്രം വെള്ളം എങ്ങനെ ഇതിന്റെ അകത്ത് കയറി ഒരു ഹോള് പോലും ഇല്ലാതെ. How much of water could enter into this without even hole?
തേങ്ങക്കകത്ത് എങ്ങനെ ഇത്രയും വെള്ളം കയറി ഒരു ഹോള് പോലും ഇല്ലാതെ കുഴിച്ചു വെച്ചത് ഒരു തേങ്ങയെന്ന് മാക്സിമം പോയാൽ ആ തെങ്ങക്കകത്ത് വെള്ളം ഉണ്ടാവും. എൻ്റെ പൊന്നെ 10,000 തേങ്ങ പറിച്ചിട്ടും പിന്നെയും തെങ്ങ് നിൽക്കുക, നിന്നെയും കൊല്ലും ഞാനും ചാവുന്നു. തേങ്ങ പറിച്ച് മടുത്തിട്ട് ഇതിനകത്ത് വെള്ളത്തിന് ഒരു കുറവും വരുന്നില്ല. ഇതെന്നാ പരിപാടിയാ? ആ പരിപാടിയായി വിശദീകരിക്കുന്നത് ഫ്രൂട്ട്ഫുൾനെസ്സാ. ഹല്ലേലൂയ. ഇത് ഈ രാജ്യത്തിന്റെ വ്യവസ്ഥ ഇങ്ങനെയാ. It's the nature of the kingdom. ഈ രാജ്യത്തിൽ അങ്ങനെ ഇപ്പൊ നമ്മളൊരു സീഡ് ഇട്ടു, ആ സീഡിൽ നിന്ന് ഉണ്ടാവുകയാണ്. You plant a seed, it grows up. അതിൽ നിന്ന് നിറയെ ഫ്രൂട്ട്സ് ഉണ്ടാവുക. Then fruits come out of it. ഈ രാജ്യത്തിൽ ഒരു കപ്പളങ്ങ കുരുവിന്റെ അകത്തുനിന്ന് ഇത്രയും കപ്പളം ഉണ്ടാവുമെങ്കിൽ, ഒരു ഒറ്റ തേങ്ങക്കകത്തുനിന്ന് 10,000 തേങ്ങ വരുമെങ്കിൽ, ദൈവരാജ്യത്തിന്റെ വിത്തായ ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച കർത്താവിന്റെ മോനെ പറ ഹല്ലേലൂയ. ശാന്തതയും സൗമ്യതയും ക്ഷമയും വരാൻ ഇനി എന്നാ താമസം? Hallelujah. It's a relational life. അത് ബന്ധത്തിൽ പറ. Hallelujah. Everything in the kingdom, ദൈവരാജ്യത്തിലെ എല്ലാം, it's a gift. എല്ലാം ദൈവരാജ്യത്തിലേത് ദാനമാണ്. Even your salvation. ദൈവരാജ്യത്തിൽ നമുക്ക് കിട്ടുന്ന രക്ഷ തന്നെ. You did not wake up one morning and say, today I will get saved. നിങ്ങൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കട തിരുമ്പി ഞാൻ ഇന്ന് രക്ഷപ്പെടുവാ അല്ല രക്ഷിക്കപ്പെടുവാ എന്ന് പറഞ്ഞതല്ല. God sent a plan. ദൈവം അതിനു വേണ്ടി ഒരു വഴിയെ ഒരുക്കി. And sent with his word and his heart and his love. ദൈവം തന്റെ വചനത്തെയും ദൈവത്തിന്റെ ഹൃദയത്തോട് പ്രതികരിക്കുവാനുള്ള എല്ലാം ദൈവം അയച്ചു. It captured your heart. അത് നമ്മുടെ ഹൃദയത്തെ പിടിച്ചടക്കി. And you responded. ആ പിടിച്ചടക്കിയതിനോട് നാം പ്രതികരിച്ചു. So the way you come into salvation, നാം രക്ഷയിലേക്ക് വന്ന വഴി, is the way the salvation is sustained. ആ വഴിയിലൂടെയാണ് രക്ഷ തുടരുന്നത്. So no one, you did not get saved all on a sudden. Overnight, ഒരു ദിവസം രാത്രിയിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടതല്ല. God did not chuck the whole Bible into you and said, read all this, I'll save you. ദൈവം വചനം എല്ലാം കൂടെ നമ്മുടെ കയ്യിൽ എഴുതപ്പെട്ടിരിക്കുന്ന ബൈബിൾ എല്ലാം കൂടെ നമ്മുടെ ഉള്ളിലോട്ട് ഇട്ടിട്ട് നീ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞതല്ല. Only a fraction of a truth. ഒരു സത്യത്തിന്റെ ഒരു അംശം മാത്രമാണ് നമ്മളിലേക്ക് വന്നത്. That he is a savior. യേശു രക്ഷകനാണ്. And then once you receive that, നാം അത് സ്വീകരിക്കുമ്പോൾ, and that seed comes inside you, ആ വിത്ത് നമ്മളിലേക്ക് വന്നിട്ട്, and out of it the fullness will begin to come out as fruits. ആ വിത്ത് നമ്മളിലേക്ക് വന്നിട്ട് ആ വിത്ത് നമ്മിൽ ഫലമായി നാം പോലും അറിയാതെ മാറ്റപ്പെടുകയാണ്. For example, in a situation, ഒരു സാഹചര്യത്തില് suppose you have an anger problem, നിങ്ങൾക്കൊരു മുൻകോപത്തിന്റെ പ്രശ്നം ഉണ്ടെന്ന് ഇരിക്കട്ടെ. and if you are praying, Lord, take away my anger problem, നാം ദൈവത്തോട് പറയാണ്, ദൈവമേ എന്റെ ഈ മുൻകോപത്തെ എടുത്തു മാറ്റണമേ. God is not going to answer that prayer. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരാൻ ഇഷ്ടപ്പെടുന്നില്ല. Why? എന്തുകൊണ്ടാ? On the cross, കാരണം കുരിശില് your old man was dead. നിങ്ങളുടെ പഴയ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു. കോപപരവശനായ നിങ്ങളുടെ പഴയ മനുഷ്യൻ, മുൻകോപിയായ നിങ്ങളുടെ പഴയ മനുഷ്യൻ കുരിശിൽ യേശുവിന്റെ കൂടെ മരിച്ചു കഴിഞ്ഞു. All your negativity is dead. അവിടെ സകല കൊള്ളരുതായ്മയും ഈശോയുടെ കൂടെ മരിച്ചിരിക്കുക. God saw you dying there. അവിടെ പിതാവായ ദൈവം കാണുകയാണ്, യേശുവിനോട് കൂടെ നമ്മുടെ പഴയ മനുഷ്യൻ മരിക്കുകയാണ്. And then you have been raised in life unity with Jesus as a new man. യേശുവിൽ ഒരു പുതിയ മനുഷ്യനായിട്ട് യേശുവിന്റെ ഉയർപ്പിനോട് കൂടെ നാം പുറത്തു വരികയാണ്. അതാണ് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം. In that there is no anger. ആ പുതിയ വ്യക്തിത്വത്തിൽ കോപപരവശതയില്ല, കോപാക്രാന്തമില്ല. But still anger is there as a habit in our memory. നമ്മുടെ മനസാക്ഷിയിൽ, നമ്മുടെ ഓർമ്മയിൽ ആ പഴയ മനുഷ്യന്റെ മുൻകോപം എന്ന ചിന്ത കിടപ്പുണ്ട്. And all habits can be broken off by the Holy Spirit power and empowering you. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ, തുടർമാനമായ പരിശുദ്ധാത്മാവിന്റെ അഭിനേശത്തിലൂടെയാണ് ഈ പഴയ മനുഷ്യനിൽ നിന്ന് പൂർണ്ണമായി നാം വിമോചനം സ്വീകരിക്കും. So when Jesus came into you, യേശു നമ്മിലേക്ക് വരുമ്പോൾ, he did not come in installments. അത് ഘട്ടം ഘട്ടമായിട്ടല്ല യേശു വരുന്നത്. He came in full. ആ യേശു നമ്മിൽ പൂർണ്ണമായിട്ടാണ് വന്നത്. So you are already full. നാം പൂർണ്ണമാണ് യേശുവിൽ. But learning to walk in that fullness. എന്നാൽ പൂർണ്ണതയിലേക്കുള്ള നടപ്പ് നാം ശീലിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. That is the kingdom lifestyle. അതാണ് ദൈവരാജ്യത്തിന്റെ ജീവിത ശൈലി. Suppose you are having a suppose you are having a anger issue. ഒരു കോപത്തിന്റെ വിഷയമുള്ളപ്പോൾ, a situation comes before you, ഒരു സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ, so when there is anger, ഒരു കോപം വരുമ്പോൾ, there is an opposite spirit called patience.
അതിന്റെ നേരെ വിപരീതമായ ഒന്ന് ഉണ്ട്, അതാണ് ക്ഷമ എന്ന് പറയുന്നത്. So no situation will ever come to you without a provision attached to it. That's the kingdom principle. ദൈവരാജ്യത്തിന്റെ ശരിയായ സിദ്ധാന്തം എന്താന്ന് മനസ്സിലാകൂ. കോപം എന്ന പ്രതികരണം നമ്മിലേക്ക് വരുമ്പോ കോപത്തിന് വിപരീതമായി സൗമ്യത എന്നത് നമ്മിൽ മുളപ്പിക്കാതെ ആരംഭിക്കാതെ കോപം എന്ന പ്രകൃതം പുറത്തു വരികയും. So when this brother is coming with the anger towards me, ഈ ബ്രദർ എന്റെ അടുക്ക് വളരെ കോപമായിട്ട് വരികയാണ്. I can react and mess up the situation. എനിക്ക് വേണമെങ്കിൽ സാഹചര്യത്തോട് വളരെ നിരുത്തരവാദിത്വപരമായി പെരുമാറി ആ സാഹചര്യത്തെ വഷളാക്കി മാറ്റാം. Or I can just look into Jesus അതല്ലെങ്കിൽ നമുക്ക് യേശുവിലേക്ക് നോക്കി and then see the fruit called patience there, യേശുവിലേക്ക് നോക്കി ക്ഷമ എന്ന ഫലത്തെ കണ്ടിട്ട് and then I can respond to the truth. എനിക്ക് ആ സത്യത്തോടുള്ള പ്രതികരണത്തിലൂടെ So I can respond in love to him. എനിക്ക് അവനോട് സ്നേഹം പ്രതികരിക്കാൻ കഴിയും. When I respond in love, ഞാൻ സ്നേഹത്തിൽ പ്രതികരിക്കുമ്പോൾ he has got no weapon against it. അതിനെതിരെ പ്രയോഗിക്കാൻ അവൻ ആയുധം കിട്ടുന്നില്ല. That's why it's written in Galatians 5:23, against the fruit of the spirit no weapon comes. അതുകൊണ്ടാണ് ഗലാത്യർ 5:23 പറയുന്നത്, ആത്മാവിന്റെ ഫലത്തിന് വിരോധമായി ഒരു പ്രവൃത്തിയുമില്ല. So through different situations in life, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് ഒന്നുകൂടെ പറ. against the fruit of the spirit, ആത്മാവിന്റെ ഫലത്തിന് വിരുദ്ധമായി no situation. അതെന്നേലും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പ്രസംഗിക്കണം. ഇപ്പൊ അത് പറഞ്ഞ ദഹിക്കുമെന്ന് തോന്നുന്നില്ല. ഇതൊന്നും അത് വളരെ ഞാൻ ഗലേഷ്യൻസ് 5:20 മുതലുള്ള ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ എപ്പോഴും ചിന്തിക്കും, ഇതൊന്നും മനുഷ്യന്റെ ഉള്ളിലൊന്ന് വീണാൽ എത്ര ഈസിയാണ് ഈ ലൈഫ് എന്ന്. യുനോ അത് ഭയങ്കര എളുപ്പമാണത്. It's very simple if you can understand. It's all gift. ഇത് എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. Everything is a gift. അവിടെയാണ് ആ കൺസെപ്റ്റ് നമ്മൾ ശരിക്കും പ്യൂറായിട്ട് മനസ്സിലാക്കേണ്ടത്. അതായത് ഞാൻ മുമ്പേ പറഞ്ഞു, പിന്നെയും പറയാം, ചക്കുണ്ടാക്കിയത് ഉടമസ്ഥനാണ്, The father has planted it. വേലി കെട്ടിയത് ഉടമസ്ഥനാണ്, He made an edge around it. ഗോപുരം പണിത് ഉടമസ്ഥനാണ്. Tower was built. എല്ലാം കഴിഞ്ഞിട്ട് Everything was arranged. എന്നാ ദൈവത്തിന് ബലവും കൂടെ കൊടുത്തുകൂടെ? God could have produced the fruit also. അവിടെയാണ് നമ്മൾ അറിയുന്നത്. But here you don't understand. നമ്മൾ കോവർക്കേഴ്സാ ദൈവത്തിന്റെ. We are co-heirs or co-workers. നമ്മള് ദൈവത്തോട് കൂടെ അധ്വാനിക്കുന്നവരാക്കി മാറ്റിയത് എന്തിനാണെന്നറിയോ? Even the scripture says we have been workmanship created even before God. Even Ephesians 2. Ephesians 2:10. We are നാം his അവിടുത്തെ workmanship. കരവേലയാണ്. We are his നാം workmanship. ചെയ്തു പോരേണ്ടതിന് ദൈവം മുൻകൂട്ടി നിയമിച്ച പദ്ധതികൾ ചെയ്യാൻ വേണ്ടി ദൈവം നിർമ്മിച്ചതാണ് നമ്മളെ. We are his അപ്പൊ നമ്മൾ workmanship. ചെയ്യുന്നു. എന്തുകൊണ്ട്? ചെയ്യാൻ നമ്മെ അവിടെ ആക്കി വെച്ചത് കൊണ്ട്, ചെയ്യാൻ നമുക്ക് എബിലിറ്റി തന്നുകൊണ്ട്, ചെയ്യുന്നിടത്ത് നമ്മളെ ആക്കി വെച്ചുകൊണ്ട്. അപ്പൊ ചെയ്തു കിട്ടിയതാണോ? അല്ല. എന്നാൽ ചെയ്തു തുടരുന്നില്ലേ? തുടരുന്നുണ്ട്. അവിടെയാണ് സഭയുടെ പ്രബോധനത്തിൽ നമ്മൾ കാണുന്ന ആ ഒരു വ്യക്തത. Being and doing. Being and doing. It's not doing and being. First is being with God. Hallelujah. Oh my God. That's the story of the Mary and Martha. I am being there, now I am doing. അവനോടാണ്. I am not doing so that I can being. Hallelujah. I am doing because I am already being. Hallelujah. ഞാൻ പ്രവർത്തിക്കുന്നത് അവനിലായതുകൊണ്ടാണ്. ഞാൻ പ്രവർത്തിച്ച് അവനിലാവുമല്ല, അവനിലായതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുക. Hallelujah. അതാ ഇവിടെ കാണുന്നേ. എല്ലാം ചെയ്തത് ഉടമസ്ഥനാണ്. The master has done everything. പക്ഷെ എന്നോട് പറയുന്നു, നീ കൃഷിക്കാരനാണ്. And then he said, you are the servant. My work. You are my workmanship. നിങ്ങൾ ചെയ്യണം. You have to do it. നിന്നെ ഞാൻ ഫലം പ്രതീക്ഷിക്കുന്നു. I want fruit from you. അല്ല ദൈവമേ, ഇത്രയും ചെയ്ത് അങ്ങേക്ക് ഫലം കൂടെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നല്ലോ. God, after done all these things, No, you could have no, produced no. them. നീ എന്റെ കൂടെ വേണം. So you are my partner. നീ എന്റെ കൂടെ വേണം. I need you with me. ആദ്യം പോലെ അങ്ങനെയാ ദൈവത്തിന്റെ പദ്ധതി. Even right from the beginning, it's like that. ഇത് പറഞ്ഞ പെട്ടെന്ന് ക്ലിയർ ആവും. ഏതൻ ദൈവം ഉണ്ടാക്കി. God made the Eden garden. Why God want Adam? ദൈവത്തിന് എന്തിനാ ആദം? Why God needed Adam? ദൈവത്തിന് എന്തിനാ ആദത്തിന്റെ ആവശ്യം? To look after the garden. അവിടെയാണ് നമ്മൾ അറിയുന്നേ. ആദത്തോട് പറഞ്ഞില്ല നീ സൂര്യനെ ഉണ്ടാക്കാൻ. God did not tell Adam to make the sun. ആദത്തിന് ഒരു പക്ഷെ പറ്റിയേക്കാം. He could have done it. കാരണം ഈശോയുടെ തനി പ്രതിമയായിരുന്നു ആദം. He is in the exact image and likeness. വരുവാനുള്ളവന്റെ പ്രതിരൂപമായിരുന്നു ആദം. Is the one who is the same image who is to come. So he can create anything. അവരെല്ലാം സൃഷ്ടിക്കാം. പക്ഷെ എല്ലാം ദൈവം ചെയ്തു. God did everything. പകല് വാഴാൻ സൂര്യൻ, ചന്ദ്രന് രാത്രി വാഴാൻ ചന്ദ്രൻ, നക്ഷത്രം, ഇടക്കട്ടെ, എല്ലാം ചെയ്തു. എന്നിട്ട് ആദത്തോട് പറയുകയാണ്, സകലത്തിന്റെ മേലും വാഴുക.
After creating everything, he said, Now the picture is very rule clear. and reign over everything. സകലത്തിനു മേലും വാഴുക, Rule over everything സസ്റ്റെയിൻ ചെയ്യുക, and maintain it. മെയിൻറ്റെയിൻ ചെയ്യുക. See? ഇത് തന്നെ ഇന്നും ദൈവം ചെയ്യുന്നത്. Same thing God is doing. ഞാൻ മുന്തിരിത്തോട്ടത്തിലേക്ക് നിന്നെ വിളിച്ചിരിക്കുന്നു. I'm calling you into the നീ vineyard. കേറിയതല്ല, നിന്നെ ഞാൻ കയറ്റിയതാ. I am the one who brought you into this. ചക്ക കുഴിച്ചിടല്ലേ, ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. I've done everything. ഗോപുരം പണിയല്ലേ, ഞാൻ ഗോപുരം Don't പണിതിട്ടുണ്ട്. build a tower, I've already built it. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും തിരക്കാണ്, ഗോപുരം പണിയില്ല. So we are all building the tower. Hallelujah. കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ കയറി ഗോപുരം ഒന്നും പണിയാൻ പോകണ്ട. Don't get into the kingdom, the vineyard of the God, and start building tower there. It is already there. Oh my God. That message like, Because he is a strong tower. yeah, he is the strong tower. And the righteous He has run built it. the tower already. Hallelujah. Now watch. നീ കഴിഞ്ഞോ? അടുത്ത ആള് വരും 12 മണി കഴിയുമ്പം അടുത്ത വാച്ചർ വരും. Once your job is ഏൽപ്പിച്ചേച്ച് over, പാട്ടിന് പോകണം. when your work is over, കണക്കം പറഞ്ഞ് ഇവിടെ കണ്ടുപോകരുത്. don't give any account of it. See, അവിടെയാ നമുക്ക് അറിയണ്ടേ, എന്റെ സാമ്രാജ്യം കെട്ടിപ്പൊക്കൽ ഇതിന്റെ അകത്തില്ല, എന്റെ ടവർ ഇതിന്റെ അകത്തില്ല, എന്റെ വേലി കെട്ടി ഇതിന്റെ അകത്തില്ല. ഞാൻ ഇതിന്റെ അകത്ത് ബോധമിടാണ്ട് ആവശ്യമില്ല. ഞാൻ കൂലിക്കാരനാണ്. എന്നെ വേലക്കാരന്, കൃഷിക്കാരനാക്കി ഇവിടെ ആക്കി വെച്ചിരിക്കുകയാണ്. അവിടെ എന്നോട് ചോദിക്കുന്ന ഏക കാര്യം, കാവൽക്കാരാ രാത്രി എന്തായി? I am not supposed to build my kingdom because everything has been built and given to me. Kingdom. I am called as a servant to produce and bear The fruits. kingdom concept is totally different. It's not I am building, he has built it, I am entered it. Hallelujah. അവൻ entered it. എന്നെ അതിന്റെ അകത്ത് കയറ്റിയതോ. Now നീ ഇപ്പൊ കൃഷിക്കാരനാക്കി എന്റെ നിൽക്കുക. ആ കൃഷിക്കാരനോട് പറയുക, നിനക്ക് ആവശ്യമുള്ളതെല്ലാം നീ എടുത്തോ. നീ മുന്തിരി തിന്നുന്നതിനിടയ്ക്ക് ചോദിക്കണ്ട, അയ്യോ എന്നെ ഏൽപ്പിച്ചവന്, നിനക്കുള്ളത് അതിന്റെ അകത്തുള്ളത്. It's been handed over to me and said, you eat, you take all the fruit. പക്ഷെ ഫലം പുറപ്പെടുവിക്കണം. But you have to bear fruit. ഫലം പുറപ്പെടുവിക്കണം. You have to bear fruit in the kingdom. അതെങ്ങനെയാ കർത്താവേ, എനിക്ക് ഫലം കൊടുക്കണമെന്ന് താല്പര്യമുണ്ട്. It's not by praying, Lord, I want to bear എന്നെ fruit. ഫലം കൊടുക്കാൻ സഹായിക്കണമേ. Help me to bear fruit. നല്ല പ്രാർത്ഥനയാണ്. It's a good നമുക്ക് ഒരുമിച്ച് prayer. പ്രാർത്ഥിക്കാം. It's a good പക്ഷെ ഇന്നൊരു പടി കൂടെ കയറി അറിയുക, ഓടി ഇങ്ങോട്ട് വന്ന് ബലം കഴിക്കുന്ന പരിപാടിയില്ല. Hallelujah. ഇങ്ങോട്ട് ഓടി വരും, 9:30 ആകുമ്പോൾ ഇങ്ങോട്ട് ഓടി വരും. എന്നിട്ട് അങ്ങ് ബലം കഴിക്കണമെന്ന് പറഞ്ഞ് അങ്ങ് നെഞ്ചത്തിടിയ. Hallelujah. അങ്ങനെ ഇംഗ്ലീഷുകാരോട് പറയുന്നില്ലേ, ഓടി ഇങ്ങോട്ട് വരും, എനിക്ക് അങ്ങ് ബലം കൊടുക്കണം. It's not you, it's running and this, I want to bear fruit. ഒരു രാത്രി കൊണ്ട് There's a process in it. ഫലം കൊടുക്കൽ നടക്കത്തില്ല. In one night, you cannot bear fruit. ഇത് സേമാച്ചിയുടെ കൃഷി പോലെയാ. മോളിടയ്ക്കെല്ലാം കൃഷി ചെയ്യും. ഇടയ്ക്ക് ഒരാഴ്ച വരുമ്പോഴും പുള്ളിക്കാരി She plant the seed and in every week she will go and pluck it out and see the roots. ഇപ്പഴല്ല, ഇപ്പൊ ഭയങ്കര കൃഷിക്കാരി. ഇപ്പൊ അവിടെ എല്ലാം നടന്ന് കൃഷി ചെയ്തോണ്ടിരിക്കുക, പയറും പാവലും അല്ല. നേരത്തെ എങ്ങനെ ചോദിച്ചാൽ പുള്ളിക്കാരി ഇതെന്നെ ഫലം പുറത്തു വരാത്തെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പൊക്കി നോക്കും. എങ്ങനെ ഫലം കൊടുക്കാൻ വേണ്ടി അത് ഒരിക്കലും സംഭവിക്കത്തില്ല. സോ ഇതൊരു ലൈഫ് സ്റ്റൈലാണ്, ജീവിത ശൈലിയാണ്. Kingdom life is a lifestyle. നമുക്കിന്ന് ഈ ഒരു ജീവിത ശൈലിയിലേക്ക് വന്ന് ഫലം കൊടുക്കാം. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഫലം കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ അവരെന്തുകൊണ്ട് മാറ്റപ്പെട്ടു, നമ്മൾ എന്തുകൊണ്ട് കേറപ്പെട്ടു, അതോടെ പറ. Why they were rejected and how we were chosen into it. നമ്മൾ എങ്ങനെ ഇതിന്റെ അകത്തോട്ട് എൻട്രി കയറി? How we were chosen into it. അവർ ജീസസ് വഴി ഫ്രൂട്ട്ഫുൾനെസ് അവർ സ്വീകരിച്ചില്ല. They did not അവർ പറഞ്ഞു, ഞങ്ങൾ ഉണ്ടായിക്കോ, ഞങ്ങൾ ഫലപ്രദം, we will produce fruits. ഞങ്ങൾക്ക് കൃപയുടെ ഒന്നും ആവശ്യമില്ല. We don't want grace. You know what I mean? We have the law, we have everything. You know what? ഞങ്ങൾക്ക് കൃപയുടെ ഒന്നും ആവശ്യമില്ല. ഞങ്ങളുടെ ശ്രമം കൊണ്ട് ഫ്രൂട്ട്ഫുൾ ആയേക്കാം. By our own efforts we'll bear fruit. കർത്താവ് പറയുന്നു, no. Jesus said, no. എന്നെ പിരിഞ്ഞ് Without me. എന്നിൽ വസിപ്പീൻ. You abide in me. നിങ്ങളിൽ വസിച്ചോണ്ട് പറ്റൂല. You residing in എന്നിൽ yourself. വസിപ്പീൻ, Abide ഞാൻ in നിങ്ങളിൽ me. വസിക്കും. I will. പിതാവ് സന്തോഷിക്കും. And the Father will be ഫലം glorified. പുറത്തു വരും. കരമുയർത്താം, And the fruits പ്രാർത്ഥിക്കാം. will come. ശക്തിയോടെ വിളിച്ചേ, യേശുവേ. Hallelujah. ഇന്ന് ആഴമായിട്ട് ഉള്ളത്തിലോട്ട് നിറഞ്ഞ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഫലഭൂഷ്ടമായ ഒരു മുന്തിരിത്തോട്ടമാക്കി എന്നെ മാറ്റിയതിന് നന്ദി. പറഞ്ഞേ. Thank you for making a fruitful vineyard, oh Lord. ഒരു ഫലഭൂഷ്ടമായ മുന്തിരിത്തോട്ടമാക്കി എന്നെ മാറ്റിയതിന് നന്ദി Thank കർത്താവേ. you, Lord, for making me a fruitful എത്ര പേര് vineyard. പറയും, എന്നെ ഏൽപ്പിച്ചിരിക്കുകയായി How many of മുന്തിരിത്തോട്ടം. you will say it's been given to me? ഞാൻ കൃഷിക്കാരനാണ്, I am a farmer in it. ഞാൻ
വേലി കെട്ടേണ്ട ആവശ്യമില്ല. I need not build any hedge around it. ഞാൻ വേലി കെട്ടേണ്ട ആവശ്യമില്ല. I need not build a hedge around it. വേലിയെല്ലാം അവിടുന്ന് He കെട്ടിയിരിക്കും. has built the boundaries. എന്നെ ഇത് ഏൽപ്പിച്ചിരിക്കും. It's been handed over to me. ഗോപുരത്തിൽ ഞാൻ നിൽക്കണം. I have to stand in the tower to see. പക്ഷേ ആ ഗോപുരം ഞാൻ പണിതല്ല. It's the tower that I have not built it. മുന്തിരിത്തോട്ടത്തിൽ ഞാൻ ഗോപുരം പണിയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. God doesn't want you to build a tower in the vineyard. ദീർഘവർഷങ്ങൾ മുന്തിരിത്തോട്ടത്തിൽ ഒരു ഗോപുരം പണിയാൻ ശ്രമിച്ച ആളാണ് ഞാൻ. A long time back, I was struggling to build a tower in the vineyard. സത്യം പറയും. It's the same truth. ഉള്ള കാര്യം പറയുന്നതിന് എന്തിനാ മടിക്കുന്നത്? Hallelujah. I'm telling you the truth. മുന്തിരിത്തോട്ടത്തിൽ ഒരു ഗോപുരം പണിയാൻ ദീർഘവർഷങ്ങൾ ശ്രമിച്ച് ആ ഗോപുരത്തിന്റെ മേളിലിരുന്ന് എല്ലാം കണ്ട് സന്തോഷിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. For many years, I was trying to build a tower in the vineyard, and sitting in it, I was enjoying all. ഈ മനുഷ്യന് ഒട്ടും കുറവല്ല. ഒരു ദിവസം മനസ്സിലായി. But one day we realized മുന്തിരിത്തോട്ടത്തിൽ ഗോപുരം എന്നോട് പണിയാൻ പറഞ്ഞിട്ടില്ല. God had not called me to build a tower in the vineyard. ഞാൻ പണിത ഗോപുരത്തിൽ നിന്ന് പുറത്തു വന്നു. I came out of the tower which I built there മുന്തിരിത്തോട്ടത്തിൽ പ്രവേശിച്ചു. and entered into the vineyard. ഇപ്പൊ എനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. Because I didn't have a responsibility. ഗോപുരം പണിത് അവനാണെങ്കിൽ He is the one who built it. എന്നോട് പറഞ്ഞിരിക്കുക, നീ കൃഷിക്കാരനാണ്. He said, I am the farmer. നീ ചെയ്തു, നീ മരിച്ചു, നീ അവസാനിച്ചു, അടുത്ത ആള് വരും, അവന് ബാറ്റൻ കൈമാറുക. You work, you reap, and the next you die. കഴിഞ്ഞ ദിവസം Hand over the baton. കഴിഞ്ഞ ദിവസം നമ്മൾ ആ ധ്യാനത്തിൽ സംസാരിച്ചപ്പോ പറഞ്ഞു, രണ്ട് വിശ്വാസങ്ങളുണ്ടല്ലേ? ഉണ്ട്, കണ്ടെത്തിയ വിശ്വാസവും കൈമാറ്റം, അല്ലേ? കൈമാറ്റം ചെയ്യപ്പെട്ട രണ്ട് വിശ്വാസങ്ങൾ. Two types of faith. ഒന്ന് കണ്ടെത്തിയ വിശ്വാസം, that you have found it, it's been handed over. രണ്ട് കൈമാറ്റം ചെയ്തു വന്ന വിശ്വാസം. Hallelujah. ഈ കൈമാറ്റം ചെയ്തു വന്ന വിശ്വാസത്തെ നമ്മൾ ചിന്തിക്കുന്നത് അതിന് വലിയ വാല്യൂ ഒന്നുമില്ല, നമ്മൾ കണ്ടെത്തിയ ഏതാണ്ടൊക്കെ വലുതാണ്. We think the faith that's been handed over, there's no value for it. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മൾ അന്വേഷണം തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവര് കണ്ടെത്തിയ വിശ്വാസം പോലുള്ളതൊന്നും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. കൈമാറ്റം ചെയ്തു വന്ന വിശ്വാസം ഫ്രാൻസിസ് അസീസിയുടെ വിശ്വാസമാ. Hallelujah. It's built on the faith of the Bible. The faith that's been handed over 2000 years. 1200-കളിൽ അല്ലേ? 1200-കളിൽ ഇത് കണ്ടെത്തിയവരുണ്ടായിരുന്നു. അതാണ് ചിന്തിക്കുന്നത്. All church fathers who have found out this truth. ഇത് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നോ? അവിടെയാണ് എന്റെ ദൈവമേ, ഇത് ഇന്ന് ഞാൻ പറയുന്ന ഈ കാര്യം അവർക്ക് പറയാൻ പറ്റിയിരുന്നോ? ഞാൻ ചിന്തിച്ചത് ഇത് ആദ്യമായിട്ട് പറയുന്ന ആളെ ഞാനാണ്. I thought I was the only one who was speaking about this truth. Hallelujah. എന്നാൽ മുമ്പോട്ട് പോയപ്പോഴാണ് മനസ്സിലായേ. So as our journey went further, we understood. There are church fathers who understood this truth. 1226 1226. ഇത് പറഞ്ഞ ഫ്രാൻസിസ് അസീസി എന്റെ പുറകെ നിൽക്കുക. Oh, there's a Saint Francis Assisi behind us. ഞാൻ ഞെട്ടിപ്പോയാ 46 വർഷത്തെ ജീവിത ചരിത്രത്തിലൂടെ കടന്നുപോയ. When you look into the 46 years of his lifestyle, he gave everything. He was so rich man. Very rich, immensely rich. He gave everything for the Lord Jesus. Hallelujah. Hallelujah. Immensely rich. He was so immensely rich. പക്ഷെ ഒരു വലിയ നിക്ഷേപം കണ്ടെത്തി. He found a അതിന്റെ പിന്നാലെ യാത്ര തുടങ്ങി. and then started running after the treasure. ഒരുപാട് സഹിക്കേണ്ടി വന്നു. He had to endure. ആ മനുഷ്യന് ഈസി ആയിട്ട് സ്വന്തമായിട്ട് ഒരു ഗോപുരം പണിയായിരുന്നു. He could have easily built a tower for himself. ഈസി ആയിട്ട് ഒരു ഗോപുരം പണിയാമായി. He could have easily built a tower for himself. പക്ഷെ കർത്താവ് പറഞ്ഞു നോ. But Jesus said no. ഫ്രാൻസിസ് അസീസി. Francis Assisi. ഇന്ന് ആ വിശുദ്ധനോട് ചേർന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Let's all pray along with that saint. Hallelujah. Hallelujah. ഇന്ന് 8 വർഷം മുമ്പ് ഫിനിഷ്ഡ് വർക്ക് എന്ന് പറയുന്ന ഒരു റിവീലിംഗ് ഉണ്ടായപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്നും ആരും കണ്ടിട്ടും പറഞ്ഞിട്ടുമില്ല. Tetelestai, it is finished. 8 years back, I had the revelation, the finished work of Jesus, the Tetelestai. I thought there's no one else that said. സഭയിലേക്ക് വന്നപ്പോൾ 1100-ല് ദാ കിടക്കുന്നു. When he came to the church, 1200 years, people have understood this revelation. അവരന്ന് പഠിപ്പിച്ചു, ഞാൻ ആ ബുക്ക് വായിച്ചപ്പോൾ അതിശയിച്ചു പോയി. അവരന്ന് പഠിപ്പിച്ചു, if it is finished on the cross. അതാ സെയിം ക്വസ്റ്റ്യൻ. അത് കുരിശിൽ സകലവും ഈശോ പൂർത്തീകരിച്ചെങ്കിൽ ഇനി വേണ്ടിയത് യാചനയല്ല, ഇനി വേണ്ടിയത് കൃതജ്ഞതാർപ്പണമാണ്. 1200 years back, these men of God have written, if everything is finished on the cross, today it's not for asking but giving thanks. Give thanks for whatever things he has done for you. 8 വർഷം മുമ്പ് ഇത് കിട്ടിയെന്ന് പറഞ്ഞ ഞാൻ നിന്ന് 8 years back I thought I'm so happy with that. ഇന്ന് നമുക്ക്
ഫ്രൂട്ട്ഫുൾ ആകാൻ വേണ്ടി എത്രത്തോളം കർത്താവിൽ അബൈഡ് ചെയ്യാമോ, എത്രത്തോളം കർത്താവിൽ വസിക്കാമോ, അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു. Let us surrender our life to abide more and more in Jesus, so that we can become more fruit bearers in ആ life. കരം രണ്ടും ഒന്ന് വിരിച്ചു പിടിച്ചു. Lift up your hands. വ്യക്തിപരമായ എല്ലാവരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ അറ്റൻഡ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. ബിജു ബ്രദർ പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ട് റെഡിയാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ വചനം കേട്ടൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. Hallelujah. കർത്താവായ ക്രിസ്തുവേ, Lord, എന്നോട് ചേർന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കും. കർത്താവായ pray this prayer ക്രിസ്തുവേ, along with us. കർത്താവായ ക്രിസ്തുവേ, വചനത്തിന്റെ ഉറവിടമേ, വചനത്തിന്റെ ഉറവിടമേ, പല സന്ദർഭങ്ങളിലും ഞങ്ങൾക്ക് സ്വയമായി ഫലം കായ്ക്കാൻ കഴിയുന്നില്ല. ഞങ്ങളിൽ കായ്ക്കുന്നത് കാട്ടുമുന്തിരിയാണ്. തുറന്നു പറയുന്നു, ഞങ്ങൾ അവിശ്വസ്തരായിട്ടുണ്ട്. ഞങ്ങൾ പ്രവാചകന്മാരെ കല്ലെറിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പുരോഹിതരെ ദുഷിച്ചിട്ടുണ്ട്. അങ്ങ് വിട്ടവർ പറഞ്ഞ വാക്കുകൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. അനുതാപിച്ചിട്ടില്ല, മാനസാന്തരപ്പെട്ടിട്ടില്ല. എന്നാൽ സ്വർഗരാജ്യം ഞങ്ങളിൽ നിന്ന് എടുത്തു കളയാതെ വീണ്ടും ഫലം കാണേണ്ടതിന് ക്ഷമയോടെ കാത്തിരിക്കുന്ന നാഥ, അത്തിയെ ശപിച്ചതിലൂടെ അങ്ങ് ഞങ്ങളോട് പറഞ്ഞല്ലോ, നിന്നെ ഞാൻ ശപിക്കേണ്ടിയ സമയം കഴിഞ്ഞു, എന്നിട്ടും നിന്നെ ഞാൻ ശപിച്ചില്ല. ഹല്ലേലൂയ. നീ ആയിരിക്കുന്നത് എന്റെ കരുണയിലാണ്, എന്റെ ദയയിലാണ്. ഓ, വളരെ പ്രധാനപ്പെട്ടത് ശ്രദ്ധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനത്തിൽ Matthew 21 verse 18. പോകുന്ന വഴിക്ക് ഫലം കായ്ക്കാത്ത ഒരു അത്തിയെ ശപിച്ചു യേശു. Jesus saw a fig tree which was not bearing fruit, he cursed it. 33-ാം വാക്യത്തിൽ Verse 33 says. 18-ാം വാക്യത്തിൽ ശപിച്ച അത്തിയെ നോക്കി. Verse 18 he cursed the fig tree. 33-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, ആ അത്തി നീയാണ്. And he said, that fig tree is you. Same chapter. The same chapter. അതേ അധ്യായം. The same chapter. 18-ൽ അത്തിയെ ശപിച്ചു. In 18 he is cursing the fig tree. 33-ൽ ശാപയോഗ്യനായി നിൽക്കുന്നത് ഞാനാണ്. In verse 33 is I am the one who has been. 22-ാം വാക്യത്തിൽ കണ്ടു, 22. കർത്താവ് ശപിച്ച അത്തി ഉണങ്ങിപ്പോയി. The fig tree that Jesus cursed, it dried from the root onwards. 33-ാം വാക്യത്തിൽ ശപിക്കേണ്ടിയ വ്യക്തി ഞാനാണ്. In verse 33, I am the person who have to be. ഉണങ്ങിപ്പോകേണ്ടത് ഞാനാണ്. I am the one who to be dried out. Hallelujah. എന്നാൽ ദീർഘക്ഷമയോടെ എന്നെ നിർത്തുന്നു. But the love and the kindness. വിളിച്ചു പറ, യേശുവേ, കരുണയാണ്, കൃപയാണ്, എന്നിൽ നിന്നും ഫലം കരാൻ ഈശോയോട് ചേർന്നുള്ള ജീവിതത്തെ വീണ്ടും എന്നെ പഠിപ്പിക്കണമേ. എന്റെ സ്വയം ശ്രമത്താൽ കഴിയുകയില്ലെന്ന് കൂടുതൽ കൂടുതൽ കൂദാശ ജീവിതത്തിലേക്ക്, കൃപയിലുള്ള ആശ്രയത്തിലേക്ക്, ദയയിലുള്ള ആശ്രയത്തിലേക്ക്, ഓ, ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. സ്തുതിച്ച് 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 എല്ലാവരിലേക്കും ആ കരുണ ഇറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ സമയത്ത് തന്നെ ഓരോ മക്കളിലേക്കും കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. എന്നിൽ നിക്ഷിപ്തമാക്കിയ താലന്തുകളിൽ ഞാൻ അവിശ്വസ്തത കാണിച്ചിട്ടുണ്ട്. പറ, കർത്താവേ, കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ,
അങ്ങയുടെ ദയ എനിക്ക് ആവശ്യമുണ്ട്. I need your mercy and grace. അങ്ങയുടെ കരുണ എനിക്ക് I ആവശ്യമുണ്ട്. need your mercy, O Lord. എന്നിലേക്ക് അവിടുത്തെ ദയ അയക്കണമേ. Send your grace to mercy to us. ഓരോ മക്കൾക്ക് വേണ്ടിയും ഇന്ന് പ്രാർത്ഥിക്കുന്നു. Pray for each and every one of you. ഫ്രാൻസിസ് അസീസി ജീവിച്ച ജീവിതം ഞങ്ങളെ കൊണ്ട് Oh ശീലിപ്പിക്കണം. Lord, teach us the lifestyle of the Francis Assisi. രക്തസാക്ഷികളുടെ ജീവിത ശൈലി ഞങ്ങൾക്ക് Lord, തരണം. teach us the lifestyle of the അങ്ങയെ martyrs. പ്രസാദിപ്പിച്ചവരുടെ ജീവിത ശൈലിയിലേക്ക് ഞങ്ങളെ All those കൊണ്ടുവരണം. who pleased you before us, O Lord, teach us their lifestyle. സമ്പന്നർ ദാരിദ്ര്യം സ്വീകരിപ്പാൻ മനസ്സുവരുത്തിയ ആത്മഭാരം ഞങ്ങൾക്ക് തരണമേ. The rich who have to be forsaken their riches and സഹനം സ്വീകരിക്കാൻ കൊടുത്ത തന്റെ ഇടം ഞങ്ങൾക്കും തരണം. a lifestyle of patience and endurance, O Lord. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഭയങ്കരമായി ഈ സമയത്ത് ഓരോ മക്കളുടെ മേലും പകരണം. Send the Holy Spirit in each and every one of us. എനിക്ക് ആവശ്യമുണ്ട് ഈ കൃപ. I need this grace. ഉറക്കെ വിളിച്ചു പറ, യേശുവേ, Jesus, I need this grace. യേശുവേ. യേശുവേ, 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 പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. സ്തുതിച്ചുകൊണ്ട് കരങ്ങളെ ഉയർത്തി ചേർത്തടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ, വരദാനത്തിന്റെ ഫലഭൂഷ്ടമായ ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടുപോകണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇരു കരങ്ങളെയും ചേർത്തടിച്ചുകൊണ്ട് ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ഹല്ലേലൂയ. ഏകസ്വരത്തിൽ കർത്താവേ, ഈശോയോട് ചേർന്നുള്ള ജീവിതത്തിന്, ഫലഭൂഷ്ടിയുടെ ജീവിതത്തിന് ഞാനിതാ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഒരുമിച്ച് വിളിക്കാം. ഹല്ലേലൂയ. ഉൾപ്പടപ്പിൽ കത്തിച്ചൊലിച്ചൊരു പരിശുദ്ധാത്മാവേ, ഉൾപ്പടപ്പിൽ കത്തിച്ചൊലിച്ചൊരു പരിശുദ്ധാത്മാവേ, ഉൾപ്പടപ്പിൽ കത്തിച്ചൊലിച്ചൊരു പരിശുദ്ധാത്മാവേ, ഏലീശായി കിരട്ടിയേകിയ പരിശുദ്ധാത്മാവേ, ദാനിയേലിന് ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ, ദാനിയേലിന് ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ നിറഞ്ഞു കവിയ പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിൻ വിജയം നേടാൻ ധീരതയേകണമേ. ജീവന്റെ ശക്തി ആത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, ഈ സമയത്ത് നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് വെച്ച് സ്തുതിക്കാൻ തുടങ്ങിക്കോ, സ്തുതിക്കാൻ തുടങ്ങിക്കോ. Start rejoicing and give
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓരോ മക്കളിലേക്ക് വരദാനത്തിന്റെ അഭിഷേകങ്ങൾ ഈ സമയത്ത് ഇറങ്ങി വരട്ടെ. ക്രിസ്തുവേ, ജീവന്റെ ഉറവിടമേ, ഞങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങളെ ആരാധിക്കുന്നു. ഇന്ന് നമ്മള് ഈ പ്രാർത്ഥനാ വിഷയങ്ങള് ഒരു വലിയ ലിസ്റ്റ് ഇന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട് അല്ലേ? ആദ്യമായിട്ട് ഇന്നത്തെ വചന ശുശ്രൂഷ തന്നെയായിരുന്നു. നമ്മുടെ പ്രാർത്ഥനാപേക്ഷകൾ ഒരു കൃതജ്ഞത അർപ്പണമായി തീരുമ്പോൾ അതിനെല്ലാം കർത്താവ് മറുപടി കൊടുത്തു കഴിഞ്ഞു. എക്സാക്ട്ലി ആ ഒരു തിരിച്ചറിവിലേക്കാണ് ഡോക്ടർ അത് ഡോക്ടർ അത് പറഞ്ഞപ്പോൾ ഓൺ ദ ക്രോസിൽ ആൻസർ കിട്ടാത്ത ഒരു ക്വസ്റ്റ്യനും ഇല്ല. ഇനി നമ്മൾ പുതിയ ആൻസർ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മളെ ദൈവം വിളിച്ചിട്ടുമില്ല. ഇന്ന് ആ ക്രോസിൽ കിട്ടിയ ആൻസറിലേക്ക് നമ്മൾ മാനസികമായിട്ട് എത്തുക മാത്രമേ ചെയ്യണ്ടൂ. അതെ, പക്ഷേ ആ മാനസിക ആ ഒരു തലത്തിൽ നിന്ന് അവർ പുറത്തു വരണം. ഇപ്പോൾ അവർ എന്താണ് ബ്ലോക്ക് ആക്കിയിരിക്കുന്നത്, അതിൽ നിന്ന് അവർ പുറത്തു വന്നെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഫ്രൂട്ടുകൾ തനിയെ രാജേഷിന് കാൽവേദന കുറേ നാളുകളായിട്ട് വേദന, അടുത്തിടയ്ക്ക് വീണ്ടും തുടങ്ങി, ട്രീറ്റ്മെന്റ് നടക്കുന്നു. ആ രാജേഷ്, നമ്മൾ യേശുവിന്റെ നാമത്തിൽ രാജേഷ്, നിങ്ങളുടെ കാലിന് സൗഖ്യം ലഭിച്ചു കഴിഞ്ഞു. ഇത് നമ്മുടെ ഹെലനാണ്, നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഹെലനാണ്. അവരുടെ എല്ലാ മേഖലകളും അവരിപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾ കണ്ടപ്പോൾ അവർ പറഞ്ഞാണ്, വള്ളങ്ങൾ കടലിൽ പോകുന്നു, പക്ഷെങ്കിൽ എഞ്ചിനുകൾ തകരാറുകൾ, അപ്പോൾ പല പല ബുദ്ധിമുട്ടുകൾ. യേശുവിന്റെ നാമത്തിൽ ഓരോ വള്ളങ്ങളിലും ദൈവികമായ ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. ഡോക്ടർ സ്റ്റെഫാനോ, വിപിൻ ദാസ് ബ്രെയിൻ ട്യൂമർ, ഒരുപാട് മേഘ ജോസിന്റെ ഡോട്ടറിന് ഹെൽത്ത് ഇഷ്യൂസ് ആണ്. ഫ്രാൻസിസിന് ഹെർണിയ, പിന്നെ സിസ്റ്റർ വിജയറാണി കിഡ്നി ഫെയിലർ ആണ്. ആൽഫ്രഡിന് ഫിയർ സിൻഡ്രം ആണ്. അതുപോലെ അതെ, ചിത്ര ബ്ലഡ് ക്യാൻസർ, സനിത ഷാജി ആൻഡ് ആര്യ PCOD ഇഷ്യൂസ്. മേഴ്സി ഫ്രാൻസിസിന് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന് വേണ്ടിയാണ്. പിന്നെ ഒരു ഒരുപാടുണ്ട്. പ്രതീക്ഷ AP ഒരു നിരന്തരമായ ഒരു റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ്. കുറെ സ്ഥലമുണ്ട് അവർക്ക്, പക്ഷേ സ്ഥലത്തിലോട്ട് പോകാൻ വഴിയില്ലാത്തതുകൊണ്ട് വിൽക്കാൻ പറ്റുന്നില്ല. പുള്ളിക്കാരി എഴുതുന്ന കമന്റ് എന്താണ്, വഴിയില്ലാത്ത സ്ഥലം വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അപ്പം വേറൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, ബ്രദറെ, എനിക്ക് ആ സ്ഥലം വാങ്ങിക്കണമെന്നുണ്ട്, വഴിയില്ല. ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ അനുഗ്രഹമാവും? ഐ മീൻ തിങ്ക് അനദർ സൈഡ് വേ. ഓക്കെ, ബ്രദറിന് ഒരു 10 ഏക്കർ സ്ഥലമുണ്ട്, അങ്ങോട്ടും വഴിയില്ല, ബ്രദർ വിൽക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പോൾ വഴി ലഭിച്ചതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ സ്ഥലം വാങ്ങുവാൻ ആളുകൾ വരട്ടെ. ആമേൻ. അതാണ് അതിന്റെ ഒരു പോസിറ്റീവ്. വഴിയുള്ളവരും അത് വാങ്ങട്ടെ. തീർച്ചയായിട്ടും. തിങ്ക് പോസിറ്റീവ്ലി. അതൊരു വാക്കായിട്ട് തന്നെ ഏറ്റെടുക്കുക. അതെ, വഴിയുള്ളവർ. മകളെ, നിന്റെ സ്ഥലം വാങ്ങാൻ വഴിയുള്ളവർ വരികയാണ്. സാമ്പത്തിക വഴിയുള്ളവരും വസ്തുവിൽ വഴിയുള്ളവരും നിന്റെ വസ്തു വാങ്ങാൻ വേണ്ടി വരും. അതുപോലെ ഒരുപാട് ആളുകൾ വസ്തു വിൽക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, വസ്തു വാങ്ങുവാൻ വേണ്ടി പല ആൾക്കാരും ആഗ്രഹിക്കുന്നുണ്ട്. ഈ സമയം നാം ഒരുമിച്ച് വസ്തു വിറ്റിട്ട് എനിക്കൊരു നന്മ ഉണ്ടാവുക എന്ന് പറയുന്ന വ്യക്തികളുടെ വസ്തു വാങ്ങുവാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹപ്പെട്ട ബയേഴ്സ് ഉണ്ടായതിനായി നന്ദി പറയുന്നു കർത്താവേ. സെല്ലേഴ്സിന് വേണ്ടിയ കണക്ഷനെ കർത്താവ് ഒരുക്കി കൊടുത്തതിനായിട്ട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇപ്പോഴും കമന്റ്സ് ഒരുപാട് നമ്മുടെ യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ വേറൊരു ഇഷ്യൂ ഇതാണ്, മാരേജിന് വേണ്ടി ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്യുന്നു. പല കുഞ്ഞുങ്ങളും 30-34 വയസ്സായ അത് വളരെ ശക്തമായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനാ വിഷയമാണ്. ക്രിസ്ത്യൻസിന്റെ, പ്രത്യേകിച്ച് ക്രിസ്തീയ കുടുംബങ്ങളിലെ ലേറ്റ് മാരേജ്, 30 വയസ്സിൽ കൂടിയ ചെറുപ്പക്കാരികൾ നമുക്ക് ഒരു നിമിഷം കരമുയർത്തി പിടിച്ചുകൊണ്ട് വിവാഹ തടസ്സങ്ങൾ മാറിപ്പോകേണ്ടതിനായിട്ട് കർത്താവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവരെ തേടി വരട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം കണക്ട് ചെയ്യേണ്ടവരെല്ലാം കൃത്യസമയത്തുകൊണ്ട് കണക്ട് ചെയ്യുന്നത് അനുഭവപ്പെടട്ടെ. ഞങ്ങൾ അതിനു വേണ്ടി ഇന്ന് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എനിക്ക് ജോണി എന്ന പേരുള്ള വല്ല റിക്വസ്റ്റും വന്നിട്ടുണ്ട്. ജോണി എഴുതിയിട്ടില്ല. ഓക്കെ,
ജോണി എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കഴുത്തിന്റെ പുറകിൽ ഇങ്ങനെ പ്രയാസമായിട്ട് ഭാരപ്പെടുന്ന ജോണിയോട് കൂടെ തന്നെ നിങ്ങൾ രോഗമുള്ള ഇടത്തേക്ക് കൈകൾ വെച്ചുകൊണ്ട് നമുക്കൊന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കിടപ്പ് രോഗിയായിരിക്കാം നിങ്ങളിത് കാണുമ്പോൾ, വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. രോഗമുള്ള ഇടങ്ങളിലേക്ക് കരങ്ങൾ അമർത്തി വെക്കാം. കർത്താവായ ക്രിസ്തുവേ, ഇന്ന് അർപ്പിക്കപ്പെട്ട പ്രാർത്ഥന അപേക്ഷകളെ അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു. വരദാനത്തിന്റെ അഭിഷേകവുമായി ഞങ്ങളെ നിറയ്ക്കുന്ന സർവശക്തൻ ഞങ്ങൾ അങ്ങേ വിശ്വസിക്കുന്നു. ഇതേക മനസ്സോടെ ഞങ്ങള് ഇപ്പൊ കഴിക്കുന്ന ഈ പ്രാർത്ഥനയിൽ വലിയ അത്ഭുതങ്ങൾ ലോകം മുഴുവൻ നടക്കട്ടെ. പ്രത്യേകിച്ച് രോഗങ്ങൾ സൗഖ്യമാവട്ടെ. കൈവച്ചോ അവിടേക്ക്. സൗഖ്യത്തിന്റെ ശക്തി, പവർ ഓഫ് ഹീലിംഗ്, the mighty name of Jesus, the mighty name of Jesus. യേശുവിന്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. Mark of the cross giving us a sign of victory in the mighty name of Jesus. പാൻക്രിയാസുകൾ സൗഖ്യമാവട്ടെ. ഗ്യാസ്ട്രിക് പ്രോബ്ലങ്ങൾ സൗഖ്യമാവട്ടെ. ഉറങ്ങാൻ കഴിയാത്ത ഉദര അസ്വസ്ഥതകൾ സൗഖ്യമാവട്ടെ. Oh Jesus mighty name. ഹെർണിയകൾ മാറിപ്പോട്ടെ. വെയിൻ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാവട്ടെ. ഞരമ്പ് സംബന്ധമായ അസ്വസ്ഥതകൾ സൗഖ്യമാവട്ടെ. മാനസിക വിഭ്രാന്തികൾ, ഡിപ്രഷനുകൾ മാറിപ്പോട്ടെ. ഇയർ ഇംബാലൻസുകൾ മാറിപ്പോട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇയർ ബാലൻസിന് വേണ്ടി അതിനെതിരെ പ്രാർത്ഥിക്കുന്ന മക്കൾ സുഖം പ്രാപിക്കട്ടെ. ഒരുപാട് പേര് ഇപ്പൊ സൗഖ്യമാകുന്നുണ്ട്. ഭയങ്കരമായിട്ട് പവർ ഓഫ് ഹീലിംഗ് നമ്മുടെ ഇടയിൽ വ്യാപിക്കുന്നുണ്ട്. സ്തോത്രം ചെയ്തോ യേശുവേ എന്ന് വിളിച്ചു. കൈ അമർത്തി വെച്ചുകൊണ്ട് സ്തോത്രം ചെയ്തു. നട്ടലുകൾ നിവരട്ടെ. ഹല്ലേലൂയ. കണ്ണിന് മുമ്പിലുള്ള പാടകൾ മാറിപ്പോട്ടെ. ബ്ലൈൻഡ്നെസ് മാറട്ടെ. യേശുവിൻ നാമത്തിൽ ബ്ലൈൻഡ്നെസ് മാറിപ്പോട്ടെ. അന്ധതകൾ മാറിപ്പോട്ടെ. നിർമ്മൽ എന്ന മകന്റെ ആങ്സൈറ്റി മാറട്ടെ. സൈറ്റ് മാറിപ്പോട്ടെ. അവന് ദൈവികമായ സമാധാനം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, താഴ്വര പോലെ താഴ്ന്നു കിടക്കുന്ന വസ്തുവിന്റെ കച്ചവടം നടക്കുന്നു. ആമേൻ. താഴ്വര പോലെ ചെരിഞ്ഞു കിടക്കുന്ന വസ്തുക്കളുടെ കച്ചവടങ്ങൾ യേശുവിന്റെ നാമത്തിൽ. റോഡിന് താഴ്ഭാഗത്തുള്ള വസ്തുക്കളുടെ വ്യവഹാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ നടക്കുന്നു ഈ സമയം. ധാരാളം കുഞ്ഞുങ്ങൾ കർത്താവ് ഈ സമയത്ത് ജോലി നഷ്ടപ്പെട്ട് പുതിയ ജോലികൾക്ക് വേണ്ടി അന്വേഷിക്കുന്നു. കൊറോണ വൈറസിന്റെ ഭയത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ട മക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലായിരിക്കുന്ന മക്കൾക്ക്, യൂറോപ്പിലായിരിക്കുന്ന മക്കൾക്ക്, അമേരിക്കയിലായിരിക്കുന്ന മക്കൾക്ക്, ഇന്ത്യയിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജോലി നഷ്ടപ്പെട്ടവരിലേക്ക് അത്ഭുതകരമായ ദൈവിക ചലനം നടക്കട്ടെ. സ്കിൻ അലർജിയുള്ള മക്കളുടെ നാമത്തിൽ സൗഖ്യമുണ്ടാകും. ഈ സമയത്ത് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനായി വിശുദ്ധന്മാരുടെ കൂട്ടായ്മയുടെ വലങ്കരം ഞങ്ങൾക്ക് ഓർക്കുന്നു. സകല വിശുദ്ധരുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് അസീസിയുടെ വിശ്വാസത്തെ ഞങ്ങൾ വിശ്വാസത്താൽ സ്വീകരിക്കും. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ സകല വിശുദ്ധരോട് ഞങ്ങൾ ചേർന്ന് സ്വർഗീയ മാലാഖമാരോട് ഞങ്ങൾ ചേർന്ന് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പറഞ്ഞേ, യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി കുരിശിൽ ചെയ്തു കഴിഞ്ഞുവെന്ന് ഉറച്ചു പറ. യേശു എനിക്ക് വേണ്ടി സകലവും. വിശ്വസിക്കുന്നു. യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച ഞാൻ ദൈവ പൈതലായി തീർന്നിരിക്കുന്നു. യേശുവിനുള്ള വിശ്വാസത്താൽ ഞാൻ നീതിമാൻ, പരിപൂർണ്ണ
സത്യത്തിന്റെ ഫലമാണ്. സത്യത്തിന്റെ ഫലമാണ്. എന്റെ രോഗമത്രയും എന്റെ രോഗമത്രയും യേശുവിന്റെ ശരീരം യേശുവിന്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവും. യേശുവിനെ ഉയർപ്പിച്ച ശക്തി യേശുവിനെ ഉയർപ്പിച്ച ശക്തി എന്റെ ഉള്ളിൽ വസിക്കുന്നു. എന്റെ ഉള്ളിൽ വസിക്കുന്നു. എനിക്ക് ജീവന്റെ സമൃദ്ധി, ജീവന്റെ സമൃദ്ധി, ദിവ്യമായ ആരോഗ്യം, ദിവ്യമായ ആരോഗ്യം, ദാരിദ്ര്യത്തിന്റെ ശാപം യേശു ചുമന്നതിനാൽ യേശുവിൽ ഞാൻ സമ്പന്നനായിരിക്കുന്നു. യേശുവിനാൽ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളുടെയും അവകാശിയായി ഞാൻ തീർന്നിരിക്കുന്നു. സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടി എന്റെ കർത്താവിൽ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം അറിയിക്കുവാൻ യേശുവിനെ നിയമിച്ചിരിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഭൂതങ്ങളെ പുറത്താക്കും. രോഗികളെ സൗഖ്യമാക്കും. മരിച്ചുപോയവരെ ഉയർപ്പിപ്പാൻ. അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വിവിധ വീര്യപ്രവൃത്തികൾ യേശുവിനെ അധികാരപ്പെടുത്തി. ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണ ജയാളിയായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഒരനുഗ്രഹിക്കപ്പെട്ട ആഴ്ച എല്ലാ മക്കൾക്കും നേരുന്നു. പ്രത്യേകിച്ച് ഓർക്കുക, 2 യൂട്യൂബ് ചാനലുകളിലൂടെ ദൈവത്തിന്റെ വചനം നിരന്തരമായി വീടുകളിൽ എത്തുന്നു. ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സെർച്ച് ചെയ്യുക. ആയിരക്കണക്കിന് അത്ഭുത സാക്ഷ്യങ്ങൾ, 10,000 എന്ന് പറഞ്ഞ അതിശയോക്തി ആവത്തില്ല. അത്രയ്ക്ക് അത്ഭുത സാക്ഷ്യങ്ങളാണ്. ഈശോ ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിന്റെ വലിയ തെളിവുകളാണ്. വചനത്തിലൂടെ വലിയ മാർമിക രഹസ്യങ്ങൾ തുറക്കപ്പെടുമ്പോൾ, യാത്രയിലായിക്കോട്ടെ, ഉറങ്ങാൻ കിടക്കുമ്പോഴായിക്കോട്ടെ, ഒരു വീഡിയോ ഒരു ദിവസം രീതിയിൽ നിങ്ങൾ കേട്ടാൽ 3 വർഷം കൊണ്ട് അത് മുഴുവൻ കേട്ട് തീർക്കാൻ കഴിയും. ജീവിക്കുന്ന വചനത്തിന്റെ ശക്തിയെ സ്വീകരിക്കാൻ കഴിയും. നിർബന്ധിക്കുന്നു, ഇപ്പോൾ തന്നെ സെർച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രയർ വാരിയർ ടീമിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുന്നുവെങ്കിൽ, കൃപയുടെ നേരം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും വചനം എത്തുന്നു. നിങ്ങൾ വരുവാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ 8589039039 ആ നമ്പർ എഴുതിയെടുക്കുക. 8589039039 അതിലേക്ക് റിക്വസ്റ്റ് അയക്കുക. കൃപയുടെ നേരത്തിലാണെങ്കിൽ കൃപയുടെ നേരത്തിൽ ആഡ് ചെയ്യാൻ പറഞ്ഞ് നമ്പർ അയച്ചു കൊടുക്കുക. പ്രയർ വാരിയർ ഗ്രൂപ്പിലാണെങ്കിൽ പ്രയർ വാരിയർ ഗ്രൂപ്പിലേക്ക് എന്ന് പറഞ്ഞ് നമ്പർ അയച്ചു കൊടുക്കുക. 9847389389 ആ പ്രയർ ലൈൻ നമ്പർ യൂസ് ചെയ്താട്ടെ, വിളിച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ നമുക്കൊരുമിച്ച് കൈകോർക്കാം. ഈ മണിക്കൂറുകൾ നമുക്കൊരുമിച്ച് ഈ കർത്താവിനെ ഉയർത്താനുള്ള വലിയ കൃപ ലഭിച്ചുവല്ലോ. ഈ വചന സന്ദേശം എല്ലാ ഞായറാഴ്ചകളും 10 മണിക്ക് തൊട്ടേ തുടങ്ങുക. ഇടതടവില്ലാതെ ഈ ശുശ്രൂഷകൾ ഇന്റർനെറ്റിലൂടെ ലഭിക്കുക. മാക്സിമം ആൾക്കാരോട് പറയുകയും ഒരുമിച്ച് ഈ കൃപ അനുഭവിക്കുകയും ചെയ്യാനായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. പിതാവിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോട് കൂടെ ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ആമേൻ. God bless you.